ഹരി ഓം ഹരി ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും രക്ഷാബന്ധൻ ആവണിയവിട്ടം ആശംസകൾ. ഇന്ന് ശ്രാവണ പൗർണമി, വളരെ വിശേഷ ദിവസം. ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക ദിവസം. എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണ രക്ഷ ഉണ്ടാകട്ടെ. ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും എപ്പോഴും രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ ചുറ്റും സഹോദരന്മാരായും സഹോദരിമാരായും ബന്ധുക്കളായും സുഹൃത്തുക്കളായും എല്ലാം നിറഞ്ഞു നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമുക്കെല്ലാം രക്ഷ നൽകുന്നതും. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ആവണിയവട്ടം ഒരു പുനർനവീകരണത്തിൻ്റെ ദിവസമാണ്. ഒരു വർഷം പഴക്കമായ യജ്ഞോപവീതം ത്യജിച്ച് പുതിയ യജ്ഞോപവീതം ധരിച്ച് പ്രതിജ്ഞ പുതുക്കുന്ന, കഴിഞ്ഞ വർഷത്തിൽ വീഴ്ച വരുത്തിയതായിട്ടുള്ള നിത്യ കർമ്മങ്ങളിൽ സ്വധർമ്മത്തിൽ ഇനിയും വീഴ്ച വരുത്താതെ ശ്രദ്ധിച്ചുകൊള്ളാം എന്നുള്ളതായിട്ടുള്ളൊരു പ്രതിജ്ഞ പുതുക്കലിൻ്റെ, കമ്മിറ്റ്മെൻറ്റിൻ്റെ, ദീക്ഷയുടെ ദിവസമാണ് ആവണിയവട്ടം. ആ നല്ല ദിവസം നമ്മളെല്ലാവരെയും നമ്മുടെ മനസ്സുകൊണ്ട് ചില സങ്കല്പങ്ങളും പ്രതിജ്ഞകളും ഒക്കെ എടുക്കാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിലും നല്ല ശുഭസങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ, ശുഭപ്രതിജ്ഞകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഹരിയോ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അതിൻ്റെ കൂടുതൽ കൂടുതൽ ആനന്ദകരമായ അനുഭൂതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദശമസ്കന്ധം, ഭഗവാന്റെ അവതാരം, ശ്രീകൃഷ്ണ അവതാരം, അവതാര ലീലകൾ 90 അധ്യായങ്ങളിൽ നമ്മുടെ മനസ്സിനെ ബഹിർമുഖമായി ഗമിച്ചുകൊണ്ടിരിക്കുന്നതിനെ തടഞ്ഞ് അന്തർമുഖമാക്കി, ഈശ്വരോന്മുഖമാക്കി, ഈശ്വരനിൽ ഉറപ്പിക്കാൻ, സത്യം പരം ധീമഹി എന്ന് ആ സമാധിയിലേക്ക് നമ്മളെ നയിക്കാൻ ഭഗവാന്റെ നിരോധ ലീലകൾ, അതാണ് ദശമസ്കന്ധം. നമ്മുടെ ചിത്തവൃത്തികളെ നിരോധിക്കാനും സമാധിയിലേക്ക് നയിക്കാനും ഭഗവാൻ മാത്രമാണ് സത്യം എന്നുള്ളതായിട്ടുള്ള ബുദ്ധിയാണ് സമാധി. രണ്ടില്ല, ഒന്ന് മാത്രമാണ് സത്യം
ഏകമേവ അദ്വിതീയം ബ്രഹ്മ തദ്ബ്രഹ്മ അഹമസ്മി. ഇതാണ് പരമാർത്ഥം. ഈ സത്യത്തിൽ നിഷ്ഠ ലഭിക്കുന്നതാണ് സമാധി. ആ സമാധിക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ബഹിർമുഖങ്ങളായ ചിത്തവൃത്തികളാണ്, ഇന്ദ്രിയവൃത്തികളാണ്. അവയെല്ലാം ഭഗവാന്റെ അത്ഭുത ലീലകളെ കൊണ്ട് ആകർഷിച്ച് ഭഗവാനിലേക്ക് ദൃഢമായി ബന്ധിപ്പിക്കുന്ന അത്ഭുത കഥകൾ നിറഞ്ഞ ഭഗവാന്റെ പരിപൂർണ അവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവത ആരംഭത്തിൽ തന്നെ പറഞ്ഞ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീ അഖിലവിദസി നക്വാപിതേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി എന്ന് ഏതൊരു ഗുരുവായൂരപ്പനെ നോക്കി, ഏതൊരു ഭഗവാനെ നോക്കി മേൽപ്പത്തൂർ പാടിയോ ആ ശ്രീകൃഷ്ണ അവതാരം. അതാണ് നമ്മൾ ദശമസ്കന്ധത്തിൽ വിശദമായി കാണുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ അത്ഭുത ലീലകളിൽ നമ്മുടെ മനസ്സ് ഉറക്കട്ടെ. പരീക്ഷിത്തിനെ പോലെ മറ്റ് യാതൊരു വിഷയങ്ങളിലേക്കും മനസ്സ് ചഞ്ചലമാവാതിരിക്കട്ടെ. എവിടെയൊക്കെ എന്തൊക്കെ പ്രാരബ്ധവശാൽ നമ്മൾ ഏതൊക്കെ കർമ്മങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെട്ടാലും മനസ്സ് ഒരു ഭാഗത്ത് കെട്ടിയിട്ടുണ്ടാവണം. അത് ഭഗവാനിലായിരിക്കണം, ഭഗവാന്റെ കഥകളിലായിരിക്കണം. ഭഗവാന്റെ കഥകൾ തന്നെയാണ് ഭഗവാനിലേക്ക് കെട്ടിയിടാനുള്ള കയറ് അല്ലെങ്കിൽ ചങ്ങല. അതുതന്നെയാണ് ഭക്തി. ഭഗവത് കഥകൾ ശ്രവണം ചെയ്യുന്നത് ഭക്തി തന്നെയാണ്. അത് നിരന്തരം മനനം ചെയ്യുന്നത് ഭക്തി തന്നെയാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അങ്ങനെയുള്ള വിവിധ ഭാവങ്ങളിലൂടെ നിരന്തരമായ ഭഗവത് ചിന്ത നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഇന്നലെ ഒരു ദിവസം നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതും ഭഗവാന്റെ ഇച്ഛയാണ്, അല്ലെങ്കിൽ മനഃപൂർവമല്ല. അതും നല്ലൊരു കാര്യത്തിനായിട്ടായിരുന്നു. സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് 6 ആവർത്തി അകത്ത് കിഴക്കേ നടയിൽ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് സജ്ജനങ്ങളോടുകൂടെ ചേർന്ന് 2800ഓളം ആളുകളാണ് ഇന്നലെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ചുറ്റുമുള്ള നടപ്പന്തലിൽ വളരെ ഡിസിപ്ലിനോടുകൂടി നിരനിരയായിരുന്നു കൊണ്ട്. കൃത്യമായിട്ട് എണ്ണം പറയാൻ കാരണം 2303 പേര് വരെ രജിസ്ട്രേഷൻ ചെയ്തു. കാരണം നമ്മൾ രജിസ്ട്രേഷൻ നേരത്തെ നിർത്തി, കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ 180ഓളം വളണ്ടിയേഴ്സ് അതിന് പുറമെ 500ഓളം പേര് മറ്റ് അനുവാദങ്ങൾ മേടിച്ച് രജിസ്ട്രേഷൻ ഇല്ലാതെയും പങ്കെടുത്തു. അതുകൊണ്ടാണ് 2800, ഏകദേശം 3000 വരെ അവിടുത്തെ സ്റ്റാഫുകളടക്കം എല്ലാവരും ഒരേ മനസ്സോടെ 6 പ്രാവശ്യം വളരെ ഊർജ്ജസ്വലതയോടെ ഭക്തിയോടെ ഒരേ ടെമ്പോയില്, ഒരേ ആവേശത്തോടുകൂടെ ആ സഹസ്രനാമം ഉരുവിടാൻ സാധിച്ചു. അപ്പോൾ കോടിക്കണക്കിന് ഭഗവാന്റെ നാമങ്ങൾ അവിടെ മുഴങ്ങി. പത്മനാഭസ്വാമി പാലക്കാട്ടിരിക്കുന്ന എന്നെയാണ് അതിന് പാരായണത്തിന്റെ നേതൃത്വം വഹിക്കാനായിട്ട് തെരഞ്ഞെടുത്തത് എന്നുള്ളത് എൻ്റെ ഏറ്റവും ജന്മലാഭമായിട്ട് കരുതുന്നു. തിരുവനന്തപുരത്ത് ആളുകളിൽ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഭഗവാൻ എന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഏറ്റവും മുഖ്യ നേതൃത്വം കൊടുത്ത് പാരായണം ചെയ്തത് ഞാൻ തന്നെയാണ്.
രണ്ട് വശത്തും മറ്റ് അവിടെയുള്ള സ്ഥിരം ചൊല്ലുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നയിക്കാനുള്ള നിയോഗം വന്നു ചേർന്നത് നമ്മളിൽ തന്നെ. ഭഗവാൻ നൽകിയിട്ടുള്ള നല്ല ശബ്ദം അതായത് വലിയൊരു അനുഗ്രഹമായി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആ ശബ്ദത്തിന് കഴിഞ്ഞു. 6 പ്രാവശ്യം ഊർജ്ജസ്വലമായിട്ടത് ചെയ്യാൻ സാധിച്ചപ്പോൾ എല്ലാവരും അതേ ഊർജത്തോടെ ഏറ്റു ചൊല്ലുകയും ചെയ്തു. ലീഡ് ചെയ്യുന്നവർ തളർന്നു പോയാൽ കൂടെയുള്ളവരും തളരും. അപ്പോൾ ഭഗവാനാണ് ഊർജം നൽകിയത്. എത്രയോ ദേവീ മാഹാത്മ്യ തരംഗിണികൾ മണിക്കൂർ കണക്കിന് 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ പാരായണവും പ്രഭാഷണവുമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പരിശീലനം, ആ ദേവിയുടെ അനുഗ്രഹം, അതൊക്കെ ഇവിടെ പത്മനാഭസ്വാമിയെ സ്തുതിക്കാനായിട്ട് അനുഗ്രഹമായി. ആ ഒരു പരിചയമുള്ളതുകൊണ്ട് ദേവീ മാഹാത്മ്യം 140-ൽ അധികം ക്ഷേത്രങ്ങളിൽ വലിയൊരു യജ്ഞമായിട്ട് തുടർച്ചയായിട്ട് പൂർണ്ണമായിട്ട് ജപിച്ചതിൻ്റെ ആ അനുഗ്രഹം. അപ്പോൾ വളരെ ധന്യമായ ദിവസമായിരുന്നു ഇന്നലെ. ആറ്റുകാലമ്മയെയും വൈകുന്നേരം തൊഴുതു വന്നു. തിരുവനന്തപുരത്തുള്ള ഒരുപാട് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിനെ നേരിൽ കാണാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും വളരെയധികം ധന്യരായി. എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ഇത്രയും എൻ്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ലീലാമൃതത്തെ ബ്രേക്ക് ചെയ്തത് എന്ന് പറയുകയാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനം തന്നെയാണ് അവിടെയും ചെയ്തത്. അപ്പോൾ ഇനിയും വരുന്ന സഹസ്രനാമ ജപങ്ങളിൽ തിരുവനന്തപുരത്തുകാരൊക്കെ സ്ഥിരമായിട്ട് അവിടെ പങ്കെടുക്കാൻ ഞാനിവിടെ ഇരുന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 5-ാം തീയതി 2025 രണ്ടാമത്തെ ഘട്ട സമർപ്പണമുണ്ട്. ഭീഷ്മാഷ്ടമി ദിവസം. അന്നും ഞാൻ വരാൻ ശ്രമിക്കും. ഭഗവാൻ വിളിച്ചാൽ അവിടെ എത്തിയിരിക്കും. അപ്പോൾ എല്ലാവരും പല ഭാഗത്തു നിന്നുള്ളവരൊക്കെ അവിടെ വന്നു ചേരുക. ഇന്നലെയും എറണാകുളത്തു നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന്, പല ഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ, കാസർഗോഡ് നിന്ന്, ദുബായിൽ നിന്ന് വരെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി വന്നിരുന്നു. വിദേശത്തുനിന്ന് വരെ ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്നിരുന്നു. അപ്പോൾ എത്ര സമർപ്പണ ഭാവത്തോടെ എത്ര ആളുകൾ പങ്കെടുത്തു. അപ്പം അതുപോലെ ഇനി വരുന്ന പാരായണങ്ങളിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് വരാം. ഓം നാരായണ. ശ്രീകൃഷ്ണ ലീലാമൃതം നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. ദശമസ്കന്ധം പ്രഥമ അധ്യായം നമ്മൾ തുടങ്ങി വെച്ചു. ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ആ 14 ശ്ലോകങ്ങളും തുടർന്ന് നമുക്ക് 45 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പ്രഥമോऽധ്യായഃ. രാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോഃ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം. യതോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമ
തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസനഃ അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദ വിസ്തരാത് നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോവിരാമാത് ക ഉത്തമശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഗ്നാത് പിതാമഹാമേ സമരേ അമരഞ്ജയൈഃ ദേവവ്രതാദ്യാദിരഥൈസ്തിമിംഗിലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാ തരൻ വത്സപദം സ്മയത്പ്ലവാഃ ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിംഗത ആത്തചക്രോ മാതുശ്ച മേ യശരണം ഗതായാഃ വീര്യാണി തസ്യാഖില ദേഹഭാജാം അന്തർബഹിഃ പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യും ഉതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയഃ പ്രോക്തോ രാമഃ സംകർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധഃ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാദ് വ്രജം ഗതഃ ക്വ വാസം ജ്ഞാതിഭിഃ സാർദ്ധം കൃതവാൻ സത്വദാമ്പതിഃ വ്രജേ വസൻ കിമകരോത് മധുപുര്യാം ച കേശവഃ ഭ്രാതരം ചാവധീത് കംസം മാതുരദ്ധാതദർഹണം ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിഃ യദുപുര്യാം സഹാബാൽസ്യേത് പത്ന്യഃ കത്യഭവൻ പ്രഭോഃ ഏതദന്യച്ഛ സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം നൈഷാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധതേ പിബന്ധം ത്വന്മുഖാംബോജച്യുതം ഹരികഥാമൃതം സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിഃ സ ഭഗവാൻ അധ വിഷ്ണുരാതം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഗ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാനഃ ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിഃ തവ രാജർഷി സത്തമ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതിഃ വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതॄൻ തൽപാദസലിലം യദാ ഭൂമിർതൃപ്ത നൃപവ്യാജ ദൈത്യാനീകശതായുതൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോഃ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വം അവോചത ബ്രഹ്മാ തദുപധാര്യാദ സഹ ദേവൈസ്തയാ സഹ ജഗാമ സത്രിനയനഃ തീരം ക്ഷീരപയോനിദേഃ തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതഃ ഗിരം സമാധൗ ഗഗനെ സമീരിതാം നിശമ്യ വേദാസ്ത്രിദശാൻ ഉവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാം ആശു തഥൈവ മാചിരം പുരൈവ പുംസാവധൃതോദ്ധരാജ്വരോ ഭവദ്ഭിരംശൈർയദുഷോപജന്യതാം സ യാവദുർവ്യാപരമീശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷഭയൻ ചരേദ്ഭുവി വസുദേവഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ വാസുദേവകലാനന്ദഃ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേഃ പ്രിയചികീർഷയാ വിഷ്ണോർമായാ ഭഗവതീയയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഗുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭുഃ ആശ്വാസ്യ ച മഹീം ഗീർഭിഃ സ്വധാമ പരമം ജജൗ ശൂരസേനോ യദുപതിഃ മധുരാം ആവസൻ പുരീം മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാം
രാജധാനി തതസ്സാഭൂത് സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഃ തസ്യാം തു കർഹിചിത് ശൗരിഃ വസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യയാ സാർദ്ധം പ്രയാണേ രഥമാരുഹത് ഉഗ്രസേന സുതഃ കംസഃ സ്വസുഃ പ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈരഥശതൈർവൃതഃ ചതുഃശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാം അയുതം സാർദ്ധം രഥാനാം ച ത്രിഷക്ഷതം ദാസീനാം സുകുമാരീനാം ദ്വേ ശതേ സമലംകൃതേ ദുഹിത്രേ ദേവകഃ പ്രാദാദ് യാനേ ദുഹിതൃവത്സലഃ ശംഖതൂര്യമൃദംഗാശ്ച നേതുർദുന്ദുഭയഃ സമം പ്രയാണപ്രക്രമേ താവത് വരവദ്ഗോ സുമംഗളം പതിപ്രഗ്രഹിണം കംസമാഭാഷ്യാഹ ശരീരവാക് അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധ ഇത്യുക്തഃ സഖലഃ പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തുമാരബ്ധഃ ഗഡ്ഗപാണിക്കചേ ഗ്രഹീത തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവോ മഹാഭാഗഃ ഉവാച പരിസന്ധ്വയൻ വസുദേവ ഉവാച ശ്ലാഘനീയ ഗുണശൂരൈർഭവാൻ ഭോജയശസ്കരഃ സ കഥം ഭഗിനീം ഹന്യാത് സ്ത്രിയം ഉദ്വാഹ പർവണി മൃത്യുർജന്മവതാം വീരദേഹേന സഹ ജായത്തെ അദ്യവാബ്ദശതാം ദേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശഃ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ വ്രജൻ തിഷ്ഠൻ പദൈകേന യദൈവേഗേന ഗച്ഛതി യദാ തൃണജളോകൈവം ദേഹി കർമ്മഗതിം ഗതഃ സ്വപ്നേ യദാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യത്തെ തൽക്കിമഭിക്യപസ്മൃതിഃ തത് യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാന സഹ തേന ജായത്തെ ജ്യോതിർയദൈവോദക പാർത്ഥിവേശ്വതഃ സമീരവേഗാനുഗതം വിഭാവ്യത്തെ ഏവം സ്വമായാരചിതേഷ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി തസ്മാന്ന കസ്യചിദ്രോഹമാചരേത് സതതാവിദഃ ആത്മനക്ഷേമമന്മിച്ഛൻ ദ്രോദ്ദുർവൈ പരതോ ഭയം ഏഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സല. വരെ വായിക്കാം. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദൈഃ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനഗതുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോഢും ഇദം തത്രാന്വപദ്യത മൃത്യുർബുദ്ധിമതാബോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യദി ജായേരൻ മൃത്യുർവാ ന മ്രിയേത ചേത് വിപര്യയോ വാ കിം ന സ്യാദ് ഗതിർദാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്തഃ പുനരാപതേത് അഗ്നേർയഥാ ദാരുവിയോഗയോഗയോഃ അദൃഷ്ടതോന്യന്ന നിമിത്തമസ്തി ഏവം ഹി ചന്ദോരപി ദുർവിഭാവ്യഃ ശരീരസംയോഗവിയോഗഹേതുഃ ഏവം വിമൃശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഃ ബഹുമാനപുരസ്സരം പ്രസന്നവദനാംബോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസന്നിദമബ്രവീത്. വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ
യദ്വാഗാഃ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യസ്യ യതസ്തേ ഭയമുത്ഥിതം. ശ്രീശുക ഉവാച സ്വസുർവദാ നിവവൃതേ കംസസ്തദ്വാക്യസാരവിത് വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗൃഹം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പോ ഭാഗവത ജ്ഞാനഗംഗയിലെ ശ്രീകൃഷ്ണ ലീലാമൃതം ഭാഗവതം ദശമസ്കന്ധം ആരംഭിച്ചു. നമ്മൾ പ്രഥമ അധ്യായം തുടങ്ങി വെച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നവമസ്കന്ധത്തിന്റെ അവസാന ഭാഗം യദുവംശത്തെക്കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞ് അതിൽ കൃഷ്ണാവതാരത്തെക്കുറിച്ചും ചുരുങ്ങിയ ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞ് ഭഗവാന്റെ ലീലകളെല്ലാം ഒന്ന് സംഗ്രഹിച്ച് ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചു ശ്രീശുക ബ്രഹ്മർഷി. എന്നിട്ട് വിരമിച്ചു. ഒരു അർദ്ധവിരാമ. ഈ സമയത്ത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കൊതിയോടുകൂടിയിരിക്കുന്നതായിട്ടുള്ള പരീക്ഷത്തിന് ഉള്ളില് ആശങ്കയായി. ശ്രീശുക ബ്രഹ്മർഷി, അദ്ദേഹത്തിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഗോദോഹന മാത്രം ഒരു ഗൃഹത്തിന്റെ മുമ്പിൽ ഭിക്ഷയ്ക്ക് നിൽക്കുന്ന, എന്നുവെച്ചാൽ ഒരു പശുവിന്റെ പാല് കറക്കാനുള്ള സമയം മാത്രം നിൽക്കുന്ന അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ 4 ദിവസങ്ങളായി തന്നോട് കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ ദിവസം വൈകുന്നേരം ആവാറായി. അപ്പോ പോകാനുള്ള പുറപ്പാട് വല്ലതും ആണോ? ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് തനിക്ക് പറഞ്ഞു തരില്ലേ? തനിക്ക് ശ്രദ്ധയില്ല എന്നോ മറ്റോ അദ്ദേഹം കരുതിയിട്ടുണ്ടോ എന്നെല്ലാമുള്ള ആശങ്കയോടെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭഗവത് കഥ കേൾക്കാനുള്ള അതിതീവ്രമായ ഭക്തിയോടെ ശ്രദ്ധയോടെ അദ്ദേഹം ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന് തുടർന്ന് പറയണമെന്ന് ശ്രീശുക ബ്രഹ്മർഷിയോട് ആവശ്യപ്പെടുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. അങ്ങ് ചന്ദ്രവംശത്തെക്കുറിച്ചും സൂര്യവംശത്തെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു. 2 വംശത്തിലുള്ള രാജാക്കന്മാരുടെയും അത്ഭുതങ്ങളായ ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ധർമ്മശീലനായിട്ടുള്ള യദുവിന്റെ വംശത്തെക്കുറിച്ചും അതിൽ അംശം കൊണ്ട് ഭഗവാൻ ആദിശേഷനാകുന്ന അംശത്തോടുകൂടെ അവതരിച്ച ആ വിഷ്ണുവിന്റെ ലീലകളെക്കുറിച്ച് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഭഗവാൻ ആ യദുവംശത്തിൽ അവതരിച്ച് ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തുവോ അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരൂ. അങ്ങയെപ്പോലെയുള്ള തൃഷ്ണാരഹിതന്മാരായിരിക്കുന്ന മഹാത്മാക്കളിൽ നിന്ന് കേൾക്കുന്നതായിട്ടുള്ള ഈ ഭഗവത് കഥകൾ, ഉത്തമ ശ്ലോകന്റെ ഗുണാനുവാദം, അത് വാസ്തവത്തിൽ ഞങ്ങളുടെ സംസാര ദുഃഖങ്ങളെ എല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഔഷധമാണ്. കേൾക്കുന്ന ശ്രോത്രത്തിനും മനസ്സിനും ആഹ്ലാദം നൽകുന്ന, അഭിരമിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളിൽ നിന്ന് ജന്തുക്കളെ കൊന്നു തിന്നുന്ന ഹിംസാ സ്വഭാവന്മാരായ അതിമൂഢന്മാരല്ലാതെ വേറെ ആർക്കാണ് വിരതി ഉണ്ടാവുക, താല്പര്യമില്ലാതിരിക്കുക? മാത്രമല്ല, ഈ ഭഗവാൻ എന്റെ പിതാമഹന്മാർക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു. എന്റെ പിതാമഹന്മാർ അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ടാണ് കൗരവ സൈന്യസാഗരത്തെ ദുരത്യയമായിരുന്നിട്ടും ഭഗവാനെ കപ്പലാക്കിക്കൊണ്ട് അതിന്റെ മറുകര കടന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ. അതുപോലെ തന്നെ എന്റെ ശരീരം ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്താൽ ദഹിച്ചതായിട്ടുള്ള സമയത്ത്, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ ദഹിച്ച സമയത്ത് ഭഗവത് ഭക്തയായ എന്റെ അമ്മ
ആ അഭിമന്യു പത്നിയായ ഉത്തരാദേവി ആ ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിച്ചത്. അങ്ങനെ ആ സമയത്ത് കരുണാമൂർത്തിയായ ഭഗവാൻ തന്റെ കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ചക്രത്തോടുകൂടി എന്നെ രക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകൾ എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപനായും പുറത്ത് കാലസ്വരൂപനായും ഇരുന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ, എല്ലാവർക്കും മൃത്യുവും അമൃതവും നൽകുന്നവനായിട്ടുള്ള മായാമനുഷ്യനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. ബലരാമസ്വാമിയെക്കുറിച്ച് രോഹിണിയുടെയും ദേവകിയുടെയും മകനായി ജനിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണത് രണ്ടമ്മമാര് ഒരാൾക്ക് ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു തരണം. അതുപോലെ ഭഗവാൻ എന്തുകൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ പിതൃഗേഹം വെടിഞ്ഞ് നന്ദഗോകുലത്തിലേക്ക് പോയത്? എവിടെയൊക്കെയാണ് ഭഗവാൻ ബന്ധുക്കളോടുകൂടി താമസിച്ചത്? എന്തെല്ലാം ലീലകളാണ് ചെയ്തത്? അതുപോലെ അമ്മയുടെ സഹോദരനായ കംസനെ, അമ്മാവനെ വധിക്കാൻ പാടില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ വധിച്ചത്? മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് എത്ര വർഷങ്ങളാണ് ഭഗവാൻ ഭൂമിയിൽ ലീലയാടിയത്? എത്ര പത്നിമാരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? ഇത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കും അന്യച്ച വേറെ അതൊക്കെ ഞാൻ ചോദിക്കാതെ വിട്ടിട്ടുണ്ടോ? എല്ലാ കൃഷ്ണവിചേഷ്ടിതങ്ങളും സർവജ്ഞനായ അങ്ങ്, ശ്രദ്ധദാനനായ എനിക്ക് വിസ്തൃതം വക്തും അർഹസി, വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരേണ്ടതാകുന്നു. കാരണം അത്രയ്ക്ക് ശ്രദ്ധയുണ്ട് എനിക്ക്. എന്റെ ശ്രദ്ധയ്ക്ക് ഒരു ഇളക്കവും ഇല്ല, അത് ചഞ്ചലമല്ല. എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഞാൻ അറിയുന്നേയില്ല. കാരണം അങ്ങയുടെ മുഖത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഹരികഥാമൃതം പാനം ചെയ്യുകയല്ലേ. ഈ അമൃതം കുടിക്കുമ്പോൾ എനിക്ക് എങ്ങനെ വിശപ്പും ദാഹവും അറിയാൻ? എനിക്ക് ദേഹബോധം പോലും ഞാൻ വിസ്മരിച്ചു പോകുന്നു. അത്ര മനോഹരമായാണ് അങ്ങ് ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചു തരുന്നത്. എന്നിങ്ങനെ തന്റെ ഭഗവാന്റെ കഥ കേൾക്കാനുള്ളതായിട്ടുള്ള ശ്രദ്ധയെ വളരെ ഭവ്യതയോടെ ഗുരുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന്റെ ആ നല്ല ആ ഒരു ആഗ്രഹത്തെ, സാധുവാദത്തെ നിശമ്യ ആ വയ്യാസകി അഥവാ വ്യാസപുത്രനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീശുക ബ്രഹ്മർഷി വിഷ്ണുരാധം പ്രത്യർച്ച്യ, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനായ ആ പരീക്ഷത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് കലികൽമശഗ്നം കൃഷ്ണചരിതം വ്യാഹർത്തും ആരഭത, കലിയിലെ എല്ലാ കൽമശങ്ങളെയും ഹനിക്കുന്ന കൃഷ്ണചരിതം, ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും ആ കലിദോഷങ്ങളെല്ലാം അകത്തും പുറത്തും ഒഴിയുന്നതാണ്. കേൾക്കുന്നവരുടെ എല്ലാം ഉള്ളിലുള്ളതായിട്ടുള്ള കലിദോഷങ്ങൾ, എല്ലാ തമോ ഗുണങ്ങളും നീങ്ങി അവരുടെ ഉള്ളിൽ ഭഗവാൻ കൂടുതൽ കൂടുതൽ നന്നായി പ്രകാശിക്കും. ഭഗവാൻ പ്രകാശിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ സത്വഗുണം വർദ്ധിച്ചു വരികയും നമ്മുടെയൊക്കെ പ്രവൃത്തികൾ നന്നാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബാഹ്യ പ്രകൃതിയും നന്നാവും, ചുറ്റുപാടുകളെല്ലാം നന്നായിത്തീരും. അപ്പം അങ്ങനെയുള്ള കേൾക്കുന്നവരെ എല്ലാം ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാന്റെ കഥകൾ പറയുവാനായിട്ട് ആരംഭിച്ചു. ഭാഗവത പ്രധാനനായ ഭക്തന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഭഗവാന്റെ കഥ വർണ്ണിക്കാനായിട്ട് ആരംഭിക്കുന്നു. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിഃ തവ രാജർഷി സത്തമ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതിഃ വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതൃൻ തത്പാദസലിലം യഥാ. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിഃ തവ രാജർഷി സത്തമ വാസുദേവ ഗദായാം തേ യജ്ജാതാ നൈഷ്ഠികീരതിഃ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നത് രാജർഷി സത്തമ എന്നാണ്.
രാജർഷി സത്തരൻ, രാജർഷി സത്തമൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. വെറും രാജർഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാജാവായിരിക്കുകയും തന്നിൽ നിയുക്തമായിരിക്കുന്ന രാജ്യഭരണമാകുന്ന കർമ്മത്തെ കർമ്മയോഗമായി അഥവാ യജ്ഞമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരൊക്കെ രാജർഷിമാരാണ്. അവരിലും വിശേഷമായിട്ട് സജ്ജനങ്ങളെ നല്ലതുപോലെ ബഹുമാനിക്കുകയും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുകയും ഭഗവത് കഥകളൊക്കെ കേൾക്കുകയും ഒക്കെ താല്പര്യമുള്ളവർ രാജർഷി സപ്തരന്മാര്. ഇവിടെ അതിലും വെച്ച് കൂടിയ ആളാണ് ഭഗവാനോട് അത്യന്ത പ്രേമമുള്ളവനായിട്ടുള്ള രാജർഷി സപ്തമനായിട്ടുള്ള പരീക്ഷിത്ത് രാജാവ്. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ തന്നെ സംബോധനയാണ് രാജർഷി സപ്തമ. രാജർഷികളിൽ വെച്ച് സജ്ജനങ്ങളിൽ വെച്ച് തമനായിരിക്കുന്നവനെ. തവ ബുദ്ധി സമ്യക് വ്യവസിത, അഭിനന്ദിക്കുകയാണ്. തവ ബുദ്ധി, അങ്ങയുടെ ബുദ്ധി, അങ്ങയുടെ ആ വിവേകശക്തി, അതിനെ അങ്ങ് നല്ല രീതിയിൽ നിശ്ചയത്തോടു കൂടി ഇതാക്കിയിരിക്കുന്നു. നല്ല നിശ്ചയമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ബുദ്ധിയാണ് പലപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുക. അവ്യവസായം, അല്ലെ? ഇവിടെ വ്യവസായം എന്ന് പറയുന്നത് നിശ്ചയമാണ്. വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. ആർക്ക്? ഇങ്ങനെ പല വിഷയങ്ങളില് ആസക്തിയുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്തകൾ ഉള്ളവർക്കൊക്കെ ആ മനസ്സ് ബുദ്ധി ഉറക്കില്ല ഒരു കാര്യത്തിലും. പല ലക്ഷ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ ബുദ്ധി വ്യവസായാത്മികയായി വ്യവസ്ഥിതയായി. അപ്പൊ ഒറ്റ കാര്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ്? ഭഗവാന്റെ കഥകളില് നൈഷ്ഠികീരതിഹി, അതാണ് യത്. എന്താ നിശ്ചയമാണ് ചെയ്തിരിക്കുന്നത്? വാസുദേവ കഥായാം തേ നൈഷ്ഠികീരതിഹി ജാത. ആ വാസുദേവന്റെ കഥയിൽ, ഭഗവാന്റെ കഥകളിൽ അങ്ങയ്ക്ക് നൈഷ്ഠികീരതി, വളരെ ഉറച്ചതായിട്ടുള്ള നിഷ്ഠയോടുകൂടിയത്. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നിതരാം സ്ഥിതി, നല്ല ഉറച്ച ഭാവമാണ് നിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിഷ്ഠയോടുകൂടിയ രതി എന്നാൽ അത്യന്ത പ്രീതി ജാഥ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി ഏതിലാണ് രമിക്കുന്നത്? ഭഗവത് കഥകളിലാണ് രമിക്കുന്നത്. അപ്പൊ നല്ലൊരു ലക്ഷണമാണ്, അല്ലെ? സത്യം പരം ധീമഹി എന്ന് ആരംഭിച്ചതായിട്ടുള്ള ഭാഗവതം അതിന്റെ ലക്ഷ്യം കാണാൻ തുടങ്ങുകയാണ്. പരമമായ സത്യത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കലാണ് സത്യം പരം ധീമഹി. ഇപ്പോ 9 സ്കന്ധങ്ങളിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ അവതാര ലീലകൾ കേട്ട് ഈ പരീക്ഷത്തിന്റെ ബുദ്ധിയും ഏകദേശം ആ പരമസത്യത്തില് ഉറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ഇനിയും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ചാഞ്ചല്യം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തീരാൻ ഭഗവാന്റെ കഥകള്, അതും കൃഷ്ണാവതാര കഥകള്, അവതാര ലീലകള് കേട്ട് കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോ ആ ഭഗവാന്റെ കഥകളിൽ വാസുദേവ കഥായാം നൈഷ്ഠികീരതിഹി തേ ജാത, അങ്ങേക്ക് ജനിച്ചിരിക്കുന്നു. ഇതാണ് അങ്ങയുടെ ബുദ്ധി ഇപ്പൊ നല്ല ഉറപ്പ് നേടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾക്കും ഇത് തന്നെയാണ് സാധിക്കുക. ഈ ദശമസ്കന്ധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ 9 സ്കന്ധങ്ങൾ നമ്മൾ കേട്ടത്. 9 സ്കന്ധങ്ങൾ വിടാതെ കേട്ടിട്ടുള്ളവർക്ക് ഈ ദശമസ്കന്ധം കൂടുതൽ എന്താ പറയുക അനുഗ്രഹമായി തീരും. നല്ലതുപോലെ ഭഗവാന്റെ കഥകൾ ആസ്വദിക്കാനുള്ളതായിട്ടുള്ള ഒരു പാകത അവർക്ക് വന്നിട്ടുണ്ടാവും. അതല്ലാത്തവർക്ക് ഈ ദശമസ്കന്ധം കേട്ടിട്ട് വേണം പാകത നേടിയെടുക്കാൻ. അപ്പൊ മുമ്പ് 9 സ്കന്ധങ്ങൾ കേട്ടവര് അതിഭാഗ്യവാന്മാർ, അതിപുണ്യാത്മാക്കൾ. കേൾക്കാത്തവരോ അവർ മോശക്കാരൊന്നുമല്ല, ഭാഗ്യം കൊണ്ട് തന്നെയാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. ചിലപ്പോൾ അവർ പൂർവ്വജന്മങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മുമ്പ് പല സന്ദർഭങ്ങളിലും പല ആചാര്യന്മാരിൽ നിന്നും പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവാം. എന്തായാലും എല്ലാം കൊണ്ടും അവരെ ഈ ഭഗവാന്റെ കഥയിലേക്ക്, ദശമസ്കന്ധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇതുവരെ മുടങ്ങാതെ കേട്ടവർ അതിധന്യാത്മാക്കൾ എന്ന് ഒന്ന് ഊന്നി പറയുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മുടെയും ബുദ്ധി
ഈ പരീക്ഷത്തിന്റെ ബുദ്ധി പോലെ ഉറക്കട്ടെ. വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതിഃ വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതॄൻ തത്പാദസലിലം യഥാ. വാസുദേവ കഥാ പ്രശ്നഃ, വാസുദേവന്റെ കഥയെക്കുറിച്ചിട്ടുള്ള പ്രശ്നം, ചോദ്യം. ഇപ്പൊ അങ്ങതാണ് ചോദിച്ചത്, ഭഗവാന്റെ കഥയെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ് അത്. പുരുഷാൻ ത്രീൻ പുനാദിഃ, പുരുഷാൻ പ്ലസ് ത്രീൻ, ത്രീൻ എന്ന് പറഞ്ഞാൽ മൂന്നിനെ എന്നാണ് അർത്ഥം. അവിടെ സ്ത്രീനില്ല, സ്ത്രീകളെ ഇല്ല, സ്ത്രീൻ എന്ന പ്രയോഗം ഇല്ല, സ്ത്രീയ എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ പുരുഷാൻ പ്ലസ് ത്രീൻ, മൂന്ന് പുരുഷന്മാരെ, മൂന്ന് പ്രകാരത്തിലുള്ള പുരുഷന്മാരെ പുനാദി, പുനാദി ഹി ഉറപ്പായിട്ടും പവിത്രീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു എന്നാണ്. ആരൊക്കെയാണ് ഈ മൂന്ന് പുരുഷന്മാര്? വക്താരം പൃച്ഛകം ശ്രോതൃൻ. ശ്രോതൃൻ എന്ന് ദീർഘമുണ്ട്. ശ്രോതാക്കളെയും വക്താവിനെയും പ്രശ്നം ചെയ്ത അഥവാ ചോദ്യകർത്താവിനെയും മറ്റ് ശ്രോതാക്കളെയും എന്നർത്ഥം. അപ്പോ ഇത് ചോദിക്കുന്ന ഒരാളുണ്ട്, അയാളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പൃച്ഛകനാണ് ഇതിൽ ഏറ്റവും പ്രധാനി. പൃച്ഛകൻ പ്രശ്നം ചെയ്തതുകൊണ്ടാണ് വക്താവിന് പറയാനുള്ള അവസരം ഉണ്ടാവുന്നത്. കേൾക്കാൻ ആളില്ലാതെ പറയാൻ ആർക്കും ഇതുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ തനിയെ ഇരുന്ന് പറയാനും ആവില്ല, അല്ലെ? കുടം കമഴ്ത്തി വെള്ളമൊഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്വീകരിക്കാൻ പാത്രങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പൊ അതാണ് ഇവിടുത്തെ പൃച്ഛകന്മാരുടെ പ്രാധാന്യം. ഏറ്റവും പ്രധാനം പൃച്ഛകനാണ്. ആ പ്രശ്നം ചെയ്യുന്ന, ചോദ്യം ചെയ്യുന്ന ആള് ഏറ്റവും പവിത്രനായിത്തീരുന്നു. വക്താവ്, അത് പറഞ്ഞു കൊടുക്കുന്ന ആളും ധന്യനാണ്. അദ്ദേഹവും ഭഗവാന്റെ കഥ പറയുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധനായിത്തീരുന്നു. എന്തെല്ലാം ദോഷങ്ങള് വക്താവിനുണ്ടെങ്കിൽ പോലും നിരന്തരമായിട്ടുള്ള ഭഗവാന്റെ കഥകൾ പറയുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ കുറഞ്ഞു വരും. ഭഗവാന്റെ കഥകളെ തന്നെ നിരന്തരം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് അയാളുടെ ബുദ്ധിയും അയാളുടെ മനസ്സും അയാളുടെ പ്രവൃത്തികളും വാക്കുകളും എല്ലാം ശുദ്ധമാകും. അയാളുടെ പാപവും ക്ഷയിച്ചു വരും. അപ്പൊ വക്താവിനും അനുഗ്രഹമാണ് ഭഗവാന്റെ കഥ പറയുക എന്നുള്ളത്. അതിന് ചോദിക്കാനും കേൾക്കാനും ആള് വേണം. അതുപോലെ ശ്രോതൃൻ, ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രച്ഛകനല്ലാതെ തന്നെ വേറെയും ശ്രോതാക്കൾ ധാരാളം ഉത്സുകരായിട്ട് ചുറ്റും കേൾക്കാനുണ്ടെങ്കിൽ അത് പറയുന്ന ആൾക്ക് കൂടുതൽ ആവേശം നൽകുന്നു, ഉത്സാഹം നൽകുന്നു. അപ്പൊ കേൾക്കുന്ന ആളുകൾക്കും യസ്യ ശ്രവണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്നുള്ളത്. ഏതൊരുവന്റെ കഥകളൊക്കെ ശ്രവണമാത്രേണ, ഏതൊരു ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും കഥകളുമെല്ലാം ശ്രവിക്കുന്ന മാത്രയിൽ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടാകുന്നുവോ. അപ്പൊ ശ്രോതാക്കളും ധന്യധന്യരാണ്. അങ്ങനെ മൂന്ന് കൂട്ടരെയും ത്രീൻ പുരുഷാൻ പുനാദി. ഏതുപോലെ? തത്പാദ സലിലം യഥാ. ഉപമ പറഞ്ഞതാണ്. യഥാ തൽപാദ സലിലം. തൽപാദ സലിലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദസലിലം. സലിലം വെള്ളം, തീർത്ഥം. ഇവിടെ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഗംഗ. വാമനാവതാരമെടുത്ത് ത്രിവിക്രമനായി മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിന്നതായിട്ടുള്ള ഭഗവാന്റെ പാദ അങ്കുഷ്ടങ്ങളെ സത്യലോകത്തിൽ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലു ജലം കൊണ്ട് കഴുകി ആചമനം ചെയ്തു. അപ്പോ ആ ജലം തന്നെയാണ് പിന്നീട് സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും അനുഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെയുള്ള വാസികളെ ഒക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. തത്പാദ സലിലം എങ്ങനെയാണോ സ്വർഗവാസികളെ, അതുപോലെ ഭൂമിവാസികളെ, അതുപോലെ പാതാളവാസികളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പല അർത്ഥങ്ങളുണ്ട് ഈ തത്പാദ സലിലം എങ്ങനെയാണ് ത്രീൻ പുരുഷാൻ പുനാദി എന്നുള്ളതിന്. ഗംഗയെക്കുറിച്ച് സ്മരിക്കുന്നവരെ, ഗംഗയെ സ്തുതിക്കുന്നവരെ, ഗംഗയെ ദർശിക്കുന്നവരെ എന്നർത്ഥം പറയാം. അല്ലെ, ഗംഗയെ ദർശിക്കുന്നവര്, ഗംഗാ പാനം ചെയ്യുന്നവര്, ഗംഗാ സ്നാനം ചെയ്യുന്നവര്, സാത്വികന്മാര്, രാജസന്മാര്, താമസന്മാര് ആരൊക്കെയാണോ എല്ലാവരെയും പവിത്രീകരിക്കുന്നതാണ് ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗ. അപ്പൊ ആ ഗംഗയ്ക്ക് എത്രത്തോളം എന്താ പറയാ,
ആളുകളെ ശുദ്ധീകരിക്കാനുള്ളതായിട്ടുള്ള കഴിവുണ്ടോ അതേപോലെയാണ് ഭഗവാന്റെ കഥകളും എന്നിവിടെ തുടക്കത്തിൽ പറയുകയാണ്. കഥകൾ 90 അധ്യായം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ശുഖബ്രഹ്മർഷി തന്നെ അത് മാറ്റി പറയും. എന്താ മാറ്റി പറയുക? ഭഗവാന്റെ കഥാതീർത്ഥത്തിന് ഗംഗാതീർത്ഥത്തെക്കാൾ മഹത്വമുണ്ട്. ഭഗവാന്റെ കഥാതീർത്ഥം ഗംഗാതീർത്ഥത്തെ ചെറുതാക്കി ചെയ്യുന്നു. തീർത്ഥം ചക്രേ നൃപ ഊനം എന്ന് പറയുന്നുണ്ട്. ആ ഭഗവാന്റെ പാദതീർത്ഥത്തെ ഊനമാക്കി ചെയ്യുന്നു, ചെറുതാക്കി ചെയ്യുന്നു ഭഗവാന്റെ കഥാതീർത്ഥം. കാരണം ഭഗവാന്റെ കഥ അത് നമ്മളെ ക്ഷണനേരം കൊണ്ട് തന്നെ പവിത്രമാക്കുന്നു. കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഗംഗാതീർത്ഥത്തിൽ നമ്മൾ സ്നാനം ശ്രദ്ധയോടുകൂടി ചെയ്താലും അത് കാലം കൊണ്ടേ ശുദ്ധമാക്കുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ ദശമസ്കന്ധത്തിൽ തന്നെ പല പ്രാവശ്യം. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഹ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ എന്ന ഈ ശ്ലോകം ഭഗവാൻ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുന്നതാണ്. അപ്പൊ ഈ സാധു ദർശനം അതിന് തുല്യം തന്നെയാണ് ഭാഗവത ശ്രവണം. കാരണം ഭാഗവതം ശ്രവിക്കണമെങ്കിൽ ഭാഗവതം പറയുന്ന ഏതെങ്കിലും ഒരു സാധുജനത്തെ കാണണം. നമ്മൾ സജ്ജനത്തെ കാണുമ്പോഴാണ് അവർ ഭഗവാനെ കുറിച്ച് പറയുക. ഭഗവാനെ കുറിച്ച് പറയുന്നവരാണ് സാധുക്കൾ, സജ്ജനങ്ങൾ. ഭഗവാന്റെ മഹിമ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സജ്ജനങ്ങളെ ദർശിച്ചാൽ ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞ് നമ്മുടെ അജ്ഞാനത്തെ നീക്കി നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിച്ച് നമ്മളെ പരിശുദ്ധരാക്കും. അത് ഇമ്മീഡിയറ്റ് ആണ് അതിന്റെ ഫലം. തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ എന്ന. അപ്പോ ഈ ഭഗവാന്റെ കഥയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ, അല്ലേ, ഇപ്പൊ നമ്മുടെ ഓൺലൈനിലൂടെ നമ്മൾ എവിടേക്കും പോണ്ട, വാഹനം പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഏതവസ്ഥയിലിരുന്നു കൊണ്ടും നമുക്ക് ഭഗവാന്റെ കഥ വീട്ടിലിരുന്ന് കേൾക്കാറായി. ഗംഗ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചാൽ വരുമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ബോട്ടിലാക്കി കൊണ്ടുവന്ന് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ നമ്മൾ അവസരം വരുമ്പോൾ മറന്നേ പോകും എവിടെയാണ് ഗംഗാതീർത്ഥം വെച്ചതെന്ന്. ചിലപ്പോൾ പ്രയോജനപ്പെടണമെന്നില്ല, അല്ലേ? അപ്പൊ അതിനേക്കാളൊക്കെ ഗംഗാതീർത്ഥത്തെക്കാളൊക്കെ എത്രയോ ഇരട്ടി ഫലം നൽകുന്നതാണ് ഈ ഭഗവാന്റെ കഥ എന്നുള്ളത് 90-ാം അധ്യായത്തില് ഇതേ ശുഖബ്രഹ്മർഷി സമർത്ഥിക്കും. എന്തായാലും ഇവിടെ ഒന്ന് ഇതാക്കിക്കൊണ്ട് പറഞ്ഞു, ആ ഗംഗ എങ്ങനെയാണോ 3 കൂട്ടരെ പരിശുദ്ധരാക്കുന്നത് അതുപോലെ എന്ന്. അപ്പൊ ഗംഗാ സ്നാനം ചെയ്യുന്നവർ, ഗംഗയെ ദർശിക്കുന്നവർ, ഗംഗയെ കീർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഗംഗാ പാനം ചെയ്യുന്നവർ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത് പോലെയാണ് ഈ ഭാഗവത ഗംഗ, അല്ലെ, ഭഗവാന്റെ കഥാഗംഗ. ഇങ്ങനെ പറഞ്ഞ് ആ പരീക്ഷത്തിനെ അഭിനന്ദിച്ച് ഭഗവാന്റെ കഥ പറയാൻ ഉള്ള അവസരം തനിക്ക് നൽകിയതിന് കൃതജ്ഞതയോടെ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പരീക്ഷത്തിനോട് വളരെ കൃതജ്ഞതയുമുണ്ട്, ബഹുമാനവുമുണ്ട്. കാരണം ഭഗവാന് പ്രിയപ്പെട്ട ആളാണ് പരീക്ഷിത്തും. ഭഗവാന്റെ മരുമകന്റെ മകനാണ്, ഭക്തന്മാരായ പാണ്ഡവന്മാരുടെ പൗത്രനാണ്, ഭഗവാന്റെ ഭക്തയായ ഉത്തരയുടെ മകനാണ്. എല്ലാം കൊണ്ടും പരീക്ഷത്തിനോട് ഭഗവാന് വാത്സല്യം കൂടുതലുണ്ട്. അപ്പോൾ ആ രാജർഷി സത്തമനായ പരീക്ഷത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഭഗവാന്റെ കഥകളെ പറയാൻ ആരംഭിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഭഗവാന്റെ അവതാരം ഏത് സന്ദർഭത്തിലാണ് എന്ന് സൂചിപ്പിക്കാനായിക്കൊണ്ട് ദ്വാപരയുഗത്തിന്റെ അവസാന കാലം ഭൂമി മുഴുവൻ ദുഷ്ടന്മാരായ അസുര സ്വഭാവമുള്ള രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ഭൂമിദേവി ഇവരുടെയൊക്കെ ഭാരം കൊണ്ട് വിഷമിക്കുന്നതായിട്ടുള്ള അവസ്ഥയെയും ആ ഭൂമിദേവി തന്നെ സ്വയം ഒരു കാമധേനുവിന്റെ പശുവിന്റെ രൂപം എടുത്തുകൊണ്ട് ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കുന്നതും ബ്രഹ്മദേവൻ ഭൂമിയെയും കൂട്ടി മറ്റു ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് മഹാദേവനോടുകൂടെ പാലാഴി തീരത്തേക്ക് പോയി ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാൻ അനുഗ്രഹിച്ച് അശരീരിയായി ബ്രഹ്മദേവന്
തന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പൊ ആ ഒരു പശ്ചാത്തലം, ഭഗവാന്റെ അവതാരം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ തന്നെ തന്റെ അവതാര സന്ദർഭങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതിനെ ഭാഗവതം കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഭൂമിർദൃപ്ത നൃപവ്യാജ ദൈത്യാനീക സദായുധൈഃ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ. ഭൂമിർദൃപ്ത നൃപവ്യാജ ദൈത്യാനീക സദായുധൈഃ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ. ഭൂമി ഭൂരിഭാരേണ ആക്രാന്ത. ഭൂമി ഭൂരി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് എന്നർത്ഥമാണ്. ബഹു ഭൂരി എന്നൊക്കെ പറഞ്ഞാൽ വർദ്ധിച്ചത്. അപ്പൊ എന്താ ഭാരം? ആരുടെ ഭാരം? ദൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുതൈഃ ഭൂരിഭാരേണ ആക്രാന്ത. ദൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുതൈഃ. ദൈത്യാനീകം, ദൈത്യന്മാരുടെ അനീകം, സമൂഹം, കൂട്ടം എന്നൊക്കെ അർത്ഥം. അപ്പൊ ദൈത്യന്മാര്, അസുരന്മാര്, ആ അസുരന്മാരുടെ ശത അയുതൈഹി, നൂറുകണക്കിന് പതിനായിരങ്ങൾ, അല്ലെ, അസംഖ്യം സൈന്യങ്ങൾ എന്നർത്ഥം. ശത അയുധങ്ങൾ. അപ്പോ എങ്ങനെയുള്ള വേഷത്തിലാണ് അവര്? നൃപവ്യാജന്മാരായിട്ടാണ്. ദ്വാപരയുഗത്തില് ഈ അസുരന്മാരൊക്കെ നൃപവ്യാജേന, രാജാക്കന്മാരെന്ന വേഷത്തില്, അവര് ഭൂമിയിൽ രാജാക്കന്മാരായിട്ടാണ് വാഴുന്നത്. പക്ഷെ അവരൊക്കെ അസുര സ്വഭാവമുള്ളവരാണ്, അല്ലേ? നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളൊക്കെ അതിലും മൂത്ത അസുരന്മാരാണ്. അത്യന്തം ദ്വാപരയുഗത്തേക്കാൾ വർദ്ധിച്ച അസുര സ്വഭാവത്തോടു കൂടിയവരാണ് കലിയുഗത്തിലുള്ള ഭരണാധികാരികള്. ഇവരെ ഒന്ന് അവരുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അവരെത്രയോ പാവങ്ങളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും നമുക്ക്. അത്ര ക്രൂരന്മാരും ദുഷ്ടന്മാരും സ്വാർത്ഥന്മാരും പാപികളുമായിരിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഭരണാധികാരികള്, അസുരന്മാര് വ്യാജവേഷത്തില് ഭരണാധികാരികളായി തീരണം. അവർക്കാണ് ഈ വ്യാജത എന്താ പറയുക, നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക, സാമർത്ഥ്യത്തോടെ ഉപയോഗിക്കാൻ കഴിയുക. അവരുടെ ഉള്ളിലൊന്ന് പുറത്തൊന്ന്, അതാണ് വ്യാജം. ഉള്ളിലുള്ള ഉദ്ദേശം അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ്. പക്ഷെ പുറത്ത് ജനസേവകന്മാരെ പോലെ നന്നായി പെരുമാറും. ജനങ്ങളെ വിഡ്ഢികളായതുകൊണ്ട്, കൂടുതൽ ചിന്തിക്കാത്തവരായതുകൊണ്ട് അവരെയൊക്കെ വഞ്ചിക്കാൻ എളുപ്പമാണ് ഈ വ്യാജന്മാർക്ക്, അല്ലേ? നിങ്ങളൊക്കെ പ്രബുദ്ധന്മാരാണ്, പ്രബുദ്ധന്മാരാണ്, പ്രബുദ്ധന്മാരാണെന്ന് ഈ വ്യാജന്മാര് നമ്മളെയൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ, ഓ, നമ്മളെന്തോ സംഭവമാണ്, കേമന്മാരാണ്, നമ്മളൊക്കെ നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ്, വിചാര സാമർഥ്യം ഉള്ളവരാണ്, വിവേകമുള്ളവരാണ്, നമ്മൾ തിരഞ്ഞെടുത്തവരും കേമന്മാരാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളെ വഞ്ചിക്കാനാണ് അവർ നമ്മളെ പ്രബുദ്ധരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. നമ്മൾ ചിന്തിക്കാതിരിക്കാൻ, നമ്മളിപ്പോ തന്നെ ബുദ്ധിയുടെ ആ വൃദ്ധിയെ പ്രാപിച്ചവരാണ്, നല്ല പോലെ പ്രകർഷണ ബുദ്ധിയുള്ളവരാണ്, ഇനിയിപ്പോ എന്തിനാ അധികം ചിന്തിക്കണതെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് കൂടുതൽ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാതെ ആക്കുകയാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നൃപവ്യാജന്മാർ അഥവാ വ്യാജ ഭരണാധികാരികൾ, അതാണ് അവരെ കൊണ്ട് നിറഞ്ഞിരിക്കണം. അവരുടെ ദർപ്പവും കൂടിയിരിക്കണം. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതാണ് ദർപ്പം, ദൃപ്തത. അതാണ് ദൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുധൈഹി. ദർപ്പിതരാണ് അവര്, അഹങ്കാരികളായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാം നിയന്താക്കൾ, ഞങ്ങളെ ആരും നിയന്ത്രിക്കാനില്ല എന്നുവെച്ചാൽ അവർ ഈശ്വര ഭയം ഇല്ലാതെയാവുകയാണ്. അവരുടെ അഹങ്കാരം വർദ്ധിച്ച്, അജ്ഞാനം വർദ്ധിച്ച്. അപ്പൊ ഈശ്വരനെ പേടിയില്ലാതായാൽ സ്വയം ദർപ്പം വന്നു ചേരും. എന്നാൽ എല്ലാറ്റിനും നിയന്താവായ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്രയോ നിസ്സാരന്മാരാണ് എന്നുള്ള ബോധം ആർക്കുണ്ടോ
അവർക്ക് ദർപ്പം വരില്ല. കാരണം ഈശ്വരന്റെ ആ നിശ്ചയങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ എത്രയോ വെറും കീടങ്ങൾ മാത്രമാണ്, ഒരു ശക്തിയുമില്ലാത്തവരാണ്. എത്രയോ ശക്തന്മാരായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. അവരൊക്കെ നിസ്സാരന്മാരായി കിടക്കുന്ന കിടത്തവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും രാവണനും കുംഭകർണനും അതുപോലെയുള്ള ഗംഭീരന്മാരായിട്ടുള്ള ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ആളുകളൊക്കെ നിസ്സാരന്മാരായി വീണ് കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ച് ആ ഈശ്വര ശക്തിയെ എപ്പോഴും ബഹുമാനത്തോടുകൂടെ അതിന്റെ മുമ്പിൽ തങ്ങൾ വെറും നിസ്സാരന്മാരാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ദർപ്പം വരില്ല. ഇവിടെ ആ ഈശ്വരനെ മറന്നുകൊണ്ടാണ് അസുര സ്വഭാവം കൊണ്ട് ദർപ്പം വന്ന് ദൃപ്ത നൃപ വ്യാജ ദൈത്യാനീക ശതായുധൈഹി ഭൂരിഭാരേണ ആക്രാന്ത, വർദ്ധിച്ച ഭാരം കൊണ്ട് ആക്രമിക്കപ്പെട്ടവളായിട്ട് എന്നർത്ഥം. ആക്രാന്ത എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവളായിട്ട് ആ ഭൂമി ബ്രഹ്മാണം ശരണം യയൗ, ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. കാരണം ബ്രഹ്മാവ് വലിയ കാരുണ്യമുള്ള ആളാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ ലോകത്തിലുള്ളവരെല്ലാം. അദ്ദേഹം എല്ലാവർക്കും പിതാവും പിതാമഹനുമാണ്. പ്രജാപതികളുടെയൊക്കെ പതിയാണ് അദ്ദേഹം. എല്ലാ പ്രജകളുടെയും മുതുമുത്തശ്ശനാണ്. അപ്പൊ കുട്ടികളോടൊക്കെ സ്നേഹവും വാത്സല്യവും കാരുണ്യവുമുള്ള ആളാണ്. അപ്പൊ മക്കൾക്ക് ഒരു ദുഃഖം വരിക എന്ന് പറഞ്ഞാൽ മുത്തശ്ശനോ അച്ഛനോ സഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് വേഗം അദ്ദേഹം ഇടപെടും. അതുകൊണ്ട് ആ ബ്രഹ്മദേവനെ തന്നെ ശരണം പ്രാപിച്ചു ഭൂമിദേവി. അതാണ് എങ്ങനെയാ ശരണം പ്രാപിച്ചത്? ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോഃ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വം അവോചത. ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോഃ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വം അവോചത. ഗൗഹൂഭൂത്വ, ഗൗഹു എന്ന് പറഞ്ഞാൽ ഗോ, പശു. അപ്പൊ പശുവായി ഭവിച്ചിട്ട്, കാമധേനുവായി ഭവിച്ചിട്ട്, കാരണം ഭൂമിക്ക് ഇഷ്ടം പോലെ രൂപമെടുക്കാൻ കഴിയും. കാമരൂപിണിയാണ്, ദേവിയാണ് ഭൂമി. ഭൂമിക്ക് അങ്ങനെയുള്ള ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ രൂപം എടുക്കാനുള്ള കഴിവുണ്ട്. പശുവിന്റെ രൂപമാണ് എടുത്തത്. കാരണം ആ പശുവിനെ കാണുമ്പോൾ എല്ലാവരുടെ മനസ്സും അലിയും. പശു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മുടെ ഉള്ളില് ഒരു സത്വഗുണം വളർത്തുന്ന, ദർശനമാത്രേണ നമ്മുടെ ഉള്ളിൽ സത്വഗുണം വളർത്തുന്ന ഒരു ജന്തുവാണ്, ഒരു മൃഗമാണ് പശു. മറ്റു ജന്തുക്കളെ കാണുമ്പോൾ അതുപോലെ സത്വഗുണം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഉള്ളില് ദർശനമാത്രേണ സത്വഗുണം ഉണ്ടാക്കുന്നതും കാരുണ്യം ഉണ്ടാക്കുന്നതും നമ്മുടെ ഉള്ളിൽ വാത്സല്യം എന്നുള്ള വികാരം ഉണ്ടാക്കുന്നതും ഒക്കെയാണ് ഈ പശു എന്നുള്ള ജീവി. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ പോലും ഹിംസിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ എത്ര ക്രൂരന്മാരായിരിക്കണം. അവർക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ലാത്ത ഹൃദയം കല്ല് പോലെയുള്ള ആളുകളാണ്. അപ്പൊ ഇവിടെ അല്പമെങ്കിലും ആർദ്രതയുള്ള ഹൃദയമുള്ളവരാണെങ്കിൽ ഈ പശുവിനെ കണ്ടാൽ അലിയും. അപ്പൊ അതുകൊണ്ടാണ് പശുവിന്റെ രൂപം എടുക്കുന്നത് ഈ ഭൂമി. പിന്നെ ഭൂമി സ്വയം കാമധേനുവാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം നൽകുന്ന, ചുരത്തി തരുന്ന കാമധേനുവാണ് ഭൂമി. അതൊക്കെ നമ്മൾ പൃഥുചരിതത്തിലൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ആ പശുവിന്റെ രൂപം ധരിച്ചുകൊണ്ട് ഗൗർഭൂത്വ അശ്രുമുഖി, കണ്ണുനീരൊഴുക്കുന്നവളായി, ഖിന്ന, വളരെ ഖേദത്തോടുകൂടിയവളായിട്ട്, വ്യസനമുള്ളവളായിട്ട്, കരുണം ക്രന്ദന്തി, ദീനതയോടെ കരയുന്നവളായിട്ട്, വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെ പാരവശ്യമുണ്ടാക്കുന്ന, അലിയിക്കുന്നതായിട്ടുള്ള രീതിയിൽ കരുണം ക്രന്ദന്തി വിഭോഹോ അന്തികേ ഉപസ്ഥിത. ഇവിടെ വിഭോഹോ എന്നുള്ളത് വിഭുവായ ബ്രഹ്മദേവന്റെ അന്തികെ, സമീപത്ത് ചെന്ന് ഉപസ്ഥിത, ഉപാസിച്ചു, നിന്നു അർത്ഥം, അടുത്ത് നിൽക്കുന്നവളായിട്ട്, തസ്മൈ സ്വം വ്യസനം അവോചത, തസ്മൈ അദ്ദേഹത്തോടായിക്കൊണ്ട്, ബ്രഹ്മദേവനോടായിക്കൊണ്ട്, സ്വം വ്യസനം, തന്റെ വ്യസനത്തെ, തന്റെ വിഷമങ്ങളെ, തന്റെ അധികരിച്ച ഭാരത്തെ, ദുഷ്ടന്മാരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയെ അവോചത പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവനോട് തന്റെ കാരുണ്യങ്ങൾ, തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു എന്നർത്ഥം. അപ്പോ
തുടർന്ന് ബ്രഹ്മാ തതുപധാര്യാദ സഹ ദേവൈസ്തയാ സഹ ജഗാമസത്രിനയനഃ തീരം ക്ഷീരപയോനിദേഹേ. ബ്രഹ്മാ തതുപധാര്യാദ സഹ ദേവൈസ്തയാ സഹ ജഗാമസത്രിനയനഃ തീരം ക്ഷീരപയോനിദേഹേ. ബ്രഹ്മാ തത് ഉപധാര്യ, ബ്രഹ്മാവ് അതിനെ വേണ്ട പോലെ ധരിച്ചിട്ട് സ്വീകരിച്ചിട്ട് ഇവളുടെ വാക്കുകള് സത്യം തന്നെയാണെന്ന് ബോധ്യത്തോടുകൂടെ ദേവൈ സഹ തയാ സഹ സത്രിനയന. ഇപ്പൊ ദേവൈ സഹ, അപ്പോഴേക്കും അവിടെ ദേവന്മാരും എത്തിച്ചേർന്നിരുന്നു ആവലാതി പറയാൻ. ആ ദേവന്മാര് പറഞ്ഞു ഭൂമി പറയുന്നതൊക്കെ ശരിയാണ് എന്ന്. ഭൂമിയുടെ ദുഃഖം ഞങ്ങൾക്കൊക്കെ നേരിട്ട് അറിയുന്നതാണ്, ഞങ്ങളുടെയും പ്രശ്നം അത് തന്നെയാണ്. ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുര സ്വഭാവമുള്ള ആളുകളെ കൊണ്ട് ഞങ്ങളും വിഷമിക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ പട്ടിണിയാണ് അല്ലെ. എന്താ, ദേവന്മാർക്ക് എവിടുന്ന് വേണം? ഭൂമിയിൽ നിന്ന് വേണം, യജ്ഞങ്ങളിലൂടെ വേണം അവർക്കുള്ള അന്നം കിട്ടാൻ. അവരുടെ ഹവിസ്സുകൾ ഭുജിച്ചിട്ടാണ് ദേവന്മാർ പുഷ്ടി പ്രാപിക്കുന്നത്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നല്ല രീതിയിൽ പോഷിപ്പിക്കുന്ന ശക്തികളാണ്. അപ്പൊ പ്രകൃതി പോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് അങ്ങോട്ടും കിട്ടേണ്ടതൊക്കെ കിട്ടണം അല്ലേ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ദേവന്മാരെ പൂജിക്കുവിൻ. ദേവാൻ ഭാവയത അനേന തേ ദേവാ ഭാവയന്തുവഹ, ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം ഭാവയന്തഃ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി പോഷിപ്പിച്ചുകൊണ്ട് ശ്രേയഃ പരം അവാപ്സ്യത, പരം ശ്രേയഃ അവാപ്സ്യത, നിങ്ങൾ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ എന്ന് സൃഷ്ടിയുടെ ആദിയിൽ ആ സൃഷ്ടികർത്താവ് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോ അതൊക്കെ ലംഘിക്കപ്പെട്ടു. അർഹിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ, അർഹിക്കുന്ന ഹവിസ്സുകൾ, യജ്ഞങ്ങൾ ഒക്കെ ദേവന്മാർക്ക് കൊടുക്കേണ്ട ഭാഗങ്ങൾ കൊടുക്കാതെയാവും അസുരന്മാർ വർദ്ധിച്ചു വരുമ്പോൾ. പല രാജാക്കന്മാരും ദുഷ്ടന്മാരായി അതെല്ലാം നിരോധിക്കും. എല്ലാം സ്വാഹ 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 എന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് പോകും. സ്വാഹ എന്ന് പറഞ്ഞ് ദേവന്മാർക്ക് കൊടുക്കേണ്ടതെല്ലാം സ്വയം സ്വാഹ. നമ്മുടെ ഇന്നത്തെ ദേവക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ആവുന്നില്ലേ? ദേവസ്വം എന്നുള്ള പേരിൽ നമ്മുടെ കേരളത്തിലും മറ്റു പലയിടത്തും തമിഴ്നാട്ടിലും ഒക്കെ നടക്കുന്ന അത് തന്നെയാണ്. ദേവക്ഷേത്രങ്ങളിൽ ജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിച്ചതിനെ മുഴുവൻ അതിനെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ സ്വാഹ 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 എന്ന് പറഞ്ഞ് പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എല്ലാ സൽക്കർമ്മങ്ങളും നശിച്ച് ഭൂമി നശിക്കാതിരിക്കുമോ? അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. നമ്മളെ ഭരിക്കേണ്ടവരാരെന്ന് തെരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റി. ആരെ തെരഞ്ഞെടുക്കണം എന്ന വിവേകമില്ലാതെ ദുഷ്ടന്മാരെ, ക്രൂരന്മാരെ, മൂഢന്മാരെ, സ്വാർത്ഥന്മാരെ ഒക്കെ തെരഞ്ഞെടുത്തു. അതിന്റെ പരിണത ഫലമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കുക. അപ്പോ ദേവൈ സഹ തയാ സഹ, ആ ദേവന്മാരോടും, തയാ എന്ന് പറഞ്ഞാൽ ഭൂമിയോടും കൂടെ സത്രിനയന, ത്രിനയനൻ മുക്കണ്ണൻ, സത്രിനയന മുക്കണ്ണനോട് കൂടിയവനായിട്ട് ആര്? ബ്രഹ്മദേവൻ. അപ്പൊ മുക്കണ്ണനോടും കൂടിയിട്ട്, മഹാദേവനോടും കൂടിയിട്ട് എന്ത് ചെയ്തു? ക്ഷീരപയോനിദേഹേ തീരം ജഗാമ. ക്ഷീരപയോനിധി പാൽക്കടൽ, അതിന്റെ തീരം എന്ന് പറഞ്ഞാല് ഭഗവാൻ ശയിക്കുന്നത് പാൽക്കടലിന്റെ നടുവിൽ ശ്വേതദ്വീപം എന്ന് പറയുന്ന ഒരു തീരത്താണ്, ഒരു ദ്വീപിലാണ്. തീരം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിന്റെ നടുവിലുള്ള കര. അപ്പൊ ആ ശ്വേതദ്വീപം എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ സ്ഥാനത്തെ ചെന്ന് ഭഗവാനെ ഉപാസിക്കാൻ, ഭഗവാനോട് പ്രാർത്ഥിക്കാനായിക്കൊണ്ട് ബ്രഹ്മദേവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെന്നു എന്ന് പറയണം. തുടർന്ന് തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതഃ.
തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതഃ. തത്ര ഗത്വാ അവിടേക്ക് ചെന്നിട്ട്, ആ പാൽക്കടലിന്റെ നടുവിലുള്ള ശ്വേതദ്വീപം എന്ന തീരത്തേക്ക് ചെന്നിട്ട്, ജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം, ഭഗവാനെ വിശേഷിപ്പിച്ചതാണ്. പുരുഷം എന്നുള്ളത് ഭഗവാന്റെ എന്താ പറയുക വിശേഷ്യം, മറ്റത് മൂന്നും വിശേഷണങ്ങൾ. ജഗന്നാഥം, ഈ ജഗത്തിന്റെ മുഴുവൻ നാഥൻ, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മദേവനും മഹാദേവനും ഇപ്പൊ ചെന്ന് ആശ്രയിച്ചത്. നാഥ്യതേ ഇതി നാഥ. നാഥ്യതേ എന്ന് പറഞ്ഞാല് ആശ്രയതേ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, എല്ലാവരെയും രക്ഷിക്കുന്നവൻ ജഗന്നാഥൻ, ജഗത്തിന് മുഴുവൻ നാഥൻ. അതുപോലെ ദേവദേവം, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവൻ, ദേവന്മാരോടുകൂടെ ക്രീഡിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ദേവദേവനും വൃഷാകപി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു വിശേഷമായിട്ടുള്ള പേരാണ്. വൃഷാകപി എന്ന് പറഞ്ഞാൽ രണ്ട് ധാതുക്കളാണ് അതിലുള്ളത്. വർഷത്തെ കമ്പതെ, വൃഷ കപ്. വർഷത്തെ എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നു. എന്ത് വർഷിക്കുന്നു? അനുഗ്രഹ വർഷം ചെയ്യുന്നവൻ. ഇപ്പൊ ഭക്തന്മാരുടെ കാമങ്ങളെ അനുഗ്രഹമായി വർഷിക്കുന്നവൻ വൃഷൻ. അതിൽ കപി കൂടി ചേർത്തപ്പോ കമ്പതേ ഇതി കപി. കമ്പതേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചലിപ്പിക്കുന്നവനാണ് കപി. നമ്മള് വാനരന്മാരുടെ സ്വഭാവം എന്താണ്? എല്ലാം ഇളക്കിക്കൊണ്ടേയിരിക്കുക, വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? കപി എന്നാൽ ഇളക്കുന്നവൻ, ഇളകിക്കൊണ്ടിരിക്കുന്നവൻ, സ്വയം ഇളകിക്കൊണ്ട് ചുറ്റുപാടുകളെയും ഇളക്കിക്കൊണ്ടിരിക്കുന്നവനാണ് കപി. ഇവിടെ ഭഗവാൻ കമ്പതേ എന്നുള്ള അർത്ഥത്തില് വൃഷാകപി, വർഷത്തെ കമ്പതേ. എന്തിനെയാണ് ഇളക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള പാപങ്ങളെയൊക്കെ ഇളക്കിക്കളയും. ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള ദുഃഖങ്ങളെയൊക്കെ ഇളക്കിക്കളയും, ദുരിതങ്ങളെയൊക്കെ ഇളക്കിക്കളയും. അങ്ങനെ നമ്മളെ വേണ്ടാത്തതൊക്കെ ഇളക്കിക്കളഞ്ഞ് നമ്മളെ സ്വസ്ഥരാക്കും. ഇളകേണ്ടതൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ശേഷിക്കും, അല്ലേ? ഈ ലോകം മുഴുവൻ ഇളകുന്ന വസ്തുക്കളെ ഉള്ളൂ. അപ്പൊ അതിനോടുള്ളതായിട്ട് നമ്മളെ ഭ്രമമെല്ലാം ഇല്ലാതാക്കി ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുന്നവനാണ് അനുഗ്രഹ വർഷം ചെയ്യുന്നവനായിട്ടുള്ള വൃഷാകപി. അപ്പൊ ആ വൃഷാകപിയായ പുരുഷം, ഭഗവാനെ പുരുഷം എന്ന് പറഞ്ഞു. രണ്ടർത്ഥത്തിലും പുരുഷ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ. പൂർണ്ണത്വാത് പുരുഷ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപനായ പുരുഷനെ പുരുഷസൂക്തേന സമാഹിത ഉപതസ്ഥേ. ഭഗവാനെ സ്തുതിക്കാനുള്ള, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പുരുഷനെ സ്തുതിക്കുന്ന സൂക്തമാണ് പുരുഷസൂക്തം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തം. പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിശ്വത്തിന്റെ രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശ്വമൂർത്തിയായ ഭഗവാനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക രൂപത്തെ, ചെറിയൊരു രൂപത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്. ഈ വിശ്വത്തെ തന്നെ രക്ഷിക്കണം. അതിന് വിശ്വമൂർത്തിയായ ഭഗവാനോട് പുരുഷസൂക്തത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തന്നെ അവയവങ്ങളല്ലേ ഞങ്ങളെല്ലാം, അങ്ങയുടെ അംഗങ്ങളല്ലേ, അങ്ങയുടെ ശരീര അവയവങ്ങളിൽ നിന്നല്ലേ ഈ ലോകത്തിലുള്ള സകലതും ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാഗം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച. ഇങ്ങനെ എല്ലാ ദേവന്മാരും, ഈ പ്രകൃതിയും ചതുർവർണ്ണങ്ങളും എല്ലാം ഈ വിശ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അവയവങ്ങളാണ്. അപ്പൊ അത് ഭഗവാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അവയവങ്ങളെ ചില രോഗം ബാധിച്ചിരിക്കുന്നു, യു ഹാവ് ടു ട്രീറ്റ് യുവർ സെൽഫ്. അങ്ങയുടെ ശരീരത്തെ അങ്ങ് തന്നെ രക്ഷിക്കണം, അങ്ങ് തന്നെ അതിനുള്ള റെമഡീസ് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാൻ പുരുഷസൂക്തം കൊണ്ട് സമാഹിത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഗുണം രജോ ഗുണമാണ്, ഇളകുന്ന ഗുണമാണ്. അതിനെയൊക്കെ ഒന്ന് അടക്കിയിട്ട്, രജോ ഗുണത്തെ അടക്കി ഏകാഗ്രതയോടെ സത്വഗുണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപതസ്ഥെ ഉപാസന ചെയ്തു, സ്തുതിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പൊ പുരുഷം എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ആത്മരൂപത്തിൽ, ജീവരൂപത്തിൽ പുരിശയനാത് പുരുഷ, എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ചിരിക്കുന്നവനും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനുമായ പുരുഷനെ പുരുഷസൂക്തം കൊണ്ട് ഉപാസന ചെയ്തു.
അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് രക്ഷ. ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തി ആ ഭഗവാന് തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഗിരം സമാദൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാസ്ത്രിദശാനുവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തദൈവമാചിരം. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാസ്ത്രിദശാനുവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാം ആശു തഥൈവമാചിരം. അങ്ങനെ ബ്രഹ്മദേവൻ സമാഹിതനായി ഭഗവാനെ ഭജിച്ചപ്പോൾ ബ്രഹ്മദേവന് മാത്രമായിട്ട് സമാധിയില് ഗഗനേ സമീരിതാം ഗിരം നിശമ്യ വേദാവ് ബ്രഹ്മദേവൻ, എല്ലാറ്റിനെയും ധരിക്കുന്നവൻ. അപ്പോ ആ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവൻ ഗഗനേ സമീരിതാം ഗിരം സമാധൗ നിശമ്യ. ഗഗനേ ആകാശത്തില് സമീരിതാം സമ്യകീരിതാം സ്പഷ്ടമായി ഉച്ചരിക്കപ്പെട്ടതായിട്ടുള്ള ഗിരം വാക്കിനെ, ആരുടെ വാക്കിനെ? ഭഗവാന്റെ വാക്കാണത്. ഇവിടെ ഗഗനേ എന്നുള്ളത് ബ്രഹ്മദേവന് മാത്രം കേട്ടതാണ്. അപ്പൊ ബ്രഹ്മദേവന്റെ ഹൃദയാകാശത്തിലാവാം, ഉള്ളിലുള്ള പുരുഷൻ കേൾപ്പിച്ചതാവാം. ആ ഭഗവാൻ പുരുഷരൂപേണ ഉള്ളിലുണ്ടല്ലോ. അപ്പോ ഉള്ളിലിരുന്നു കൊണ്ട് ഹൃദയാകാശത്തിൽ ബ്രഹ്മദേവനെ കേൾപ്പിച്ചു എന്നും പറയാം. അല്ലെങ്കിൽ ആകാശവാണിയായി അന്തരീക്ഷത്തിൽ ബ്രഹ്മദേവന് മാത്രം കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ അവതരിപ്പിച്ചു. ആ സമീഹിത എന്ന് പറഞ്ഞില്ലേ, സമാഹിത. ആ സമാഹിതരായിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാൻ പറ്റുള്ളൂ. ഭഗവാനുമായിട്ട് ഒരു ട്യൂണിങ് വരണം. അപ്പൊ ഭഗവാന്റെ വാക്കുകളൊക്കെ കേൾക്കാം. അങ്ങനെ തന്നെയാണ് ഋഷീശ്വരന്മാര് ഈ വേദങ്ങളിലെ മന്ത്രങ്ങൾ മുഴുവൻ ദർശിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഋഷി തുല്യനായ ബ്രഹ്മദേവൻ ഭഗവാന്റെ വാക്കുകളെ ശ്രവിച്ചു. ഗഗനേ സമീരിതാം ഗിരം, ആകാശത്ത് കേൾക്കപ്പെട്ടതായിട്ടുള്ള, വ്യക്തമായി പറയപ്പെട്ടതായിട്ടുള്ള ശബ്ദത്തെ, വാക്കിനെ കേട്ടിട്ട് സമാധൗ നിശമ്യ, തന്റെ ആ ബുദ്ധി സ്ഥിരമായ അവസ്ഥയിൽ കേട്ടു എന്നാണ്. എല്ലാവർക്കും സമാധി ഉണ്ടായില്ല. അവിടെ വന്ന ദേവന്മാർക്കൊന്നും സമാധി ഉണ്ടായില്ല. അതുകൊണ്ട് ഭഗവാനുമായിട്ടുള്ള ട്യൂണിങ് ശരിയായിരുന്നില്ല. അല്ലെ, നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്താലേ, ആ ഫ്രീക്വൻസിയിൽ കറക്റ്റ് ചെയ്താലേ അതാത് സ്റ്റേഷനിൽ നിന്നുള്ള ശബ്ദവീചികൾ നമുക്ക് പിടിച്ചെടുത്ത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ബ്രഹ്മദേവൻ മാത്രം തന്റെ ബുദ്ധി അഥവാ ഹൃദയം നല്ലപോലെ ഭഗവാനുമായിട്ട് ട്യൂണിങ്ങിലാക്കിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമാധവും, ബുദ്ധി നല്ല നിശ്ചലമായിട്ടുള്ള അവസ്ഥയില് ഭഗവാന്റെ വാക്കുകൾ നിശമ്യ കേട്ടിട്ട് അദ്ദേഹം ത്രിദശാൻ ഉവാച, ത്രിദശന്മാരോട്, ത്രിദശന്മാര് 3 ദശ, മൂന്നാമത്തെ ദശ മാത്രമുള്ളവർ വെച്ചാൽ യൗവനം എന്ന ദശ മാത്രം സ്ഥിരമായിട്ടുള്ളവരാണ് ത്രിദശന്മാര്. അവർക്ക് ബാല്യവുമില്ല, കൗമാരവുമില്ല, വാർദ്ധക്യവുമില്ല. നേരെ യൗവനത്തിലേക്കാണ് അവരുടെ പ്രവേശം തന്നെ. യൗവനത്തിൽ തന്നെയാണ് അവര് കാലം കഴിക്കുന്നത്. അവരുടെ കാലം കഴിയുമ്പോൾ യൗവനത്തിൽ നിന്ന് അവര് വിരമിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും യൗവനത്തോട് കൂടിയവരായതുകൊണ്ടാണ് ത്രിദശന്മാരെന്ന് ദേവന്മാർക്ക് പേര്. ആ ദേവന്മാരോട് സ്പഷ്ടമായിട്ട് ഉവാച, എന്താ പറഞ്ഞത്? ഹേ അമരാഹ, അല്ലയോ അമരന്മാരെ, ദേവന്മാരെ, ശൃണുത, നിങ്ങൾ കേൾക്കുവിൻ. എന്താ കേൾക്കേണ്ടത്? എന്നിൽ നിന്ന് കേട്ടോളൂ. മേ ശൃണുത, എന്നിൽ നിന്ന് കേട്ടോളൂ. എന്താ? പൗരുഷീം ഗാം, പൗരുഷീം ഗാം, പുരുഷന്റെ വാക്കിനെ, ആ വിശ്വരൂപനായ വിരാട് പുരുഷന്റെ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ. അപ്പൊ എനിക്ക് കേട്ടു ഭഗവാന്റെ വാക്കുകൾ, അത് ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുവിൻ. പുനഃ വിധീയതാം ആശു, പുനഃ അത് കേട്ടിട്ട് പിന്നീട് നിങ്ങൾ വേണ്ടതെന്താണെന്ന് വെച്ചാൽ വിധീയതാം ചെയ്തോളൂ. തഥായേവ, എങ്ങനെ ഭഗവാൻ എങ്ങനെയാണോ പറഞ്ഞത് അപ്രകാരം തന്നെ. തഥായേവ വിധീയതാം, ആശു വിധീയതാം, പെട്ടെന്ന് ചെയ്യണം. മാ ചിരം, വൈകാൻ പാടുള്ളതല്ല, താമസിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഉടനെ തന്നെ വേണ്ടതെല്ലാം നിങ്ങൾ എല്ലാവരും ചെയ്യുക. കാരണം ഇത് ഭഗവാന്റെ വാക്കുകളാണ്, ആ ഭഗവാനിൽ നിന്ന് ഞാൻ കേട്ടതാണ്, എന്റെ വാക്കുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മദേവൻ എല്ലാ ദേവന്മാരെയും വിളിച്ചു പറയുകയാണ്. എന്താ പറയണത്? പുറൈവ പുംസാവധൃതോദരാജ്വരോ ഭവദ്ഭിരം ശൈര്യദുഷൂപജന്യതാം സയാവദുർവ്യാപരമീശ്വരേശ്വര
സ്വകാലശക്ത്യാ ക്ഷപയൻ ചരേദ്ഭുവി പുരൈവ പുംസാവധൃതോ ധരാജ്വരോ ഭവദ്ഭിരംശൈര്യദുഷോപജന്യതാം സ യാവദുർവ്യാഭരമീശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷപയൻ ചരേദ്ഭുവി പുരായേവ പുംസാ അവധൃതഃ ധരാജ്വരഃ. ബ്രഹ്മദേവൻ പറയണ ധരാജ്വരം എന്ന് പറഞ്ഞാൽ ധരാദേവിയുടെ ജ്വരം എന്ന് വെച്ചാൽ ഭൂമിയുടെ വേവലാതി, ആവലാതി, അസ്വസ്ഥത, ദുഃഖം. അപ്പൊ ഭൂമിയുടെ വ്യസനങ്ങളെ കുറിച്ച് പുംസ എന്ന് പറഞ്ഞാൽ പുരുഷനാൽ, ആ ഭഗവാനാൽ പുരായേവ അവതൃത മുമ്പേ തന്നെ അവതരിക്കപ്പെട്ടിട്ടുണ്ട്, വേണ്ട പോലെ അവതാരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ മുമ്പേ തന്നെ അറിയാൻ, കാരണം സർവവ്യാപിയാണ്, എല്ലാവരുടെയും അന്തര്യാമിയാണ്. അപ്പൊ എല്ലാവരുടെയും വ്യഥകളെ അറിയുന്നവനാണ് ഭഗവാൻ. അങ്ങനെ മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഭഗവാൻ നമ്മൾക്ക് തന്ന നിർദ്ദേശം എന്താ? ഭവദ്ഭിഹി അംശൈഹി യദുഷു ഉപജന്യതാം. ഭവദ്ഭിഹി ഭവാന്മാരാൽ, ദേവന്മാരായ നിങ്ങളാൽ, യദുഷു യദുവംശത്തിൽ, അംശൈഹി നിങ്ങളുടെ ഓരോരുത്തരുടെയും അംശങ്ങളെ കൊണ്ട്, ഉപജന്യതാം അവിടെ യാദവ വംശത്തിൽ നിങ്ങൾ ചെന്ന് ജനിച്ചാലും പുത്രപൗത്രാദി ഭാവങ്ങളിൽ ദേവന്മാരുടെ അംശങ്ങളെ കൊണ്ട് നിങ്ങൾ ആ യാദവ കുലത്തിൽ ചെന്ന് ജനിക്കൂ. യാദവകുലം മാത്രമല്ല, പൂർവവംശത്തിലെ പാണ്ഡവന്മാരുടെയൊക്കെ കൂട്ടത്തിലും ചെന്ന് ജനിക്കൂ എന്ന് താല്പര്യം. അർജുനാദി പാണ്ഡവന്മാരായിട്ടും ചെന്ന് ജനിക്കൂ, ഭഗവാനെ സേവിക്കാനായിക്കൊണ്ട്. എന്താ, എങ്ങനെയാണ്? സഹ യാവത് ഉർവ്യാഹ ബരം ഈശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷപയൻ ചരേ ഭുവി. സഹ അവിടെ ഭഗവാൻ യാവത് എത്ര കാലമാണോ ഉർവ്യാഹ ബരം, ഉർവിയുടെ ഭാരം, ഭൂമിയുടേതായിട്ടുള്ള ഭാരത്തെ, ഈശ്വരേശ്വര ഭഗവാൻ ഈശ്വരന്മാർക്കും ഈശ്വരനാണ്, എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവൻ തന്നെയാണ്. ഈ ദുഷ്ടന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ ഭഗവാന് നിസ്സാരമായിട്ട് സാധിക്കും. എങ്കിലും ഭഗവാനൊരു നിയമമുണ്ട്. വെറുതെ കയറി എല്ലാം തന്റെ സങ്കല്പം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരു തുഗ്ലക്കിന്റെ സ്വഭാവമുള്ള ആളല്ല, അല്ലേ? ചഞ്ചല ചിത്തനല്ല ഭഗവാൻ. ഭഗവാൻ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ പേരാണ് ധർമ്മം, സനാതന ധർമ്മം. ആ ധർമ്മത്തിന്റെ ഒരു മുഖ്യ അംഗമാണ് കാലം. അപ്പൊ അതാണ് ഇവിടെ കാലശക്തിയ, സ്വകാലശക്തിയ. തന്റെ നിയമങ്ങൾക്ക് ചില കാലങ്ങൾ വെച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ ഈ കളിക്ക് ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ ഫുട്ബോൾ കളി 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കളിയാണ്. ഏതെങ്കിലും ഒരു ടീം ആദ്യമേ കയറി 2 or 3 ഗോൾ അടിച്ചാൽ 40 മിനിറ്റേ ആയിട്ടുള്ളൂ, നിങ്ങൾ കളി ജയിച്ചു പൊക്കോളൂ എന്ന് പറയൂ? മറ്റവർക്കും തിരിച്ചടിക്കാനും ജയിക്കാനുള്ള അവസരം ബാക്കി കിടപ്പുണ്ട് 50 മിനിറ്റ്. അപ്പൊ കളി നിർത്തി നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു വിടുന്നത് നിയമമല്ല, ശരിയല്ല. അവർക്കും അവസരം കൊടുക്കാൻ വേണ്ടി തുടർന്നും 50 മിനിറ്റ് കളിച്ച് 90 മിനിറ്റ് തയ്ക്കണം. ആ 90 മിനിറ്റിനകം ചിലപ്പോൾ ഈ 3 ഗോൾ അടിച്ചതിന് 5 ഗോൾ തിരിച്ചടിക്കാനും ഇവർക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പൊ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ദുഷ്ടന്മാർക്ക് സ്വയം തിരുത്താനും സജ്ജനങ്ങൾക്ക് ദുഷ്ടന്മാരെ തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കാനും സ്വന്തം തപശക്തി കൊണ്ട് ലോകത്തെ ഉദ്ധരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനാണ് ഭഗവാൻ തന്റെ തന്നെ ശക്തിയായ കാലത്തെ ബഹുമാനിക്കുന്നത്. അപ്പൊ കാലം എന്നുള്ളത് ഭഗവാന്റെ ഈ ലീലയില് പ്രമുഖമായിട്ടുള്ളൊരു അംഗമാണ്. അതിനെ ബഹുമാനിക്കുന്നു ഭഗവാൻ പോലും. അതാണ് സ്വകാലശക്തിയ, തന്റെ കാലശക്തി കൊണ്ട് ഓരോരുത്തരുടെയും കാലം വരുമ്പോഴേ അവരെ പുറത്താക്കുള്ളൂ ഭഗവാൻ. ആ കളി കഴിയുള്ളൂ. അവരുടെ റോൾ അവസാനിക്കുന്നത് അവരുടെ കാലം കഴിയുമ്പോഴാണ്. അങ്ങനെ സ്വകാലശക്തിയ ക്ഷപയന് ചരേ ഭുവി. ക്ഷപയന് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുന്നവനായിട്ട്, ഇവരുടെയൊക്കെ ഉർവിയുടെ ഭാരത്തെ ക്ഷയിപ്പിക്കുന്നവനായിട്ട് ഭുവി യാവത് ചരേത്, എത്ര കാലം ഭഗവാൻ ലീല ചെയ്യുമോ, ചരിക്കുമോ. അപ്പൊ ഭഗവാൻ അവതാരമെടുത്ത് ലീല ചെയ്യുന്നത് എത്ര കാലം, അത്ര കാലം നിങ്ങളും ഭഗവാന്റെ കൂടെ
ഭഗവാനെ സേവിക്കുന്നവരായിട്ട്, ഈശ്വരേശ്വരനാണ്, ഒറ്റയ്ക്ക് സാധിക്കുന്നവനാണെങ്കിലും നിങ്ങൾക്കൊരവസരം നൽകുകയാണ് ഭഗവാനെ സേവിക്കാൻ. അങ്ങനെ നിങ്ങളും ഭഗവാന്റെ കൂടെ ചെന്ന് നിങ്ങളുടേതായിട്ടുള്ള റോളുകൾ നിർവഹിക്കുക. സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. നിങ്ങളും ഭൂമിയിൽ മനുഷ്യരായി യദുവംശത്തിൽ ചെന്ന് ജനിച്ച് ഭഗവാനെ സേവിക്കുവിൻ. ഭഗവാൻ അതിലൂടെ നിങ്ങൾക്കും അനുഗ്രഹം നൽകും. അപ്പൊ ഇതാണ് ഭഗവാൻ എല്ലാം മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ ഭാരത്തെ അദ്ദേഹം നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളെയും കൂടി അദ്ദേഹം കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യത്തെ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. ഇനി ഭഗവാൻ എവിടെയാണ് വസിക്കുക അല്ലെങ്കിൽ ജനിക്കുക, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചില ക്ലൂകൾ, ചില സൂചനകൾ കൊടുക്കുകയാണ്. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യത്തെ. സാക്ഷാത് പരഃ പുരുഷഃ, ഭഗവാൻ സർവ ഐശ്വര്യ പരിപൂർണനായ പരമപുരുഷൻ ജനിഷ്യത്തെ, ജനിക്കും. എവിടെ? സാക്ഷാത് സ്വയം, താൻ തന്നെ വന്ന് ജനിക്കും. സാക്ഷാത് എന്ന് പറഞ്ഞാൽ സ്വയമേവ. എവിടെ? വസുദേവ ഗൃഹേ. അപ്പൊ ഭഗവാൻ സാക്ഷാത് ജനിഷ്യത എന്നാ പറഞ്ഞത്. ഭഗവാൻ പൂർണ്ണ ഭാവത്തോടുകൂടെ, ഭഗവത് ഭാവത്തോടുകൂടെ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനിക്കും. എവിടെ ജനിക്കും? വസുദേവ ഗൃഹേ. വസുദേവന്റെ ഗൃഹത്തിൽ എന്ന് പറഞ്ഞാൽ വസുദേവന്റെ പത്നിയിൽ നിന്നും. വസുദേവ ദേവകി ദമ്പതിമാർക്ക് പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കും. അതുകൊണ്ട് തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. തൽപ്രിയാർത്ഥം, ആ ഭഗവാന്റെ പ്രിയം ചെയ്യുവാനായി, ഭഗവാനെ സേവിക്കുവാനായി കൊണ്ട് സുരസ്ത്രീയ സംഭവന്തു, ദേവസ്ത്രീകളും ചെന്ന് ജനിക്കുവിൻ. ദേവസ്ത്രീകളും പല രീതിയിൽ അമ്മമാരായും മറ്റും, യശോദാദേവിയായും ദേവകിയായും, അല്ലെങ്കിൽ അതുപോലെ ഗോപികമാരായും, രുക്മിണ്യാദി ഭഗവാന്റെ പത്നിമാര് മഹാലക്ഷ്മിമാർ ആണ്. അവരെയൊക്കെ സേവിക്കാനായിക്കൊണ്ടും, അല്ലേ, ആ രുക്മിണ്യാദി ഭഗവത് പത്നിമാരെ സേവിക്കാനായിക്കൊണ്ടും സുരസ്ത്രീയ സംഭവന്തു, ദേവസ്ത്രീകൾ സംഭവിക്കട്ടെ, അവരും വന്ന് ജനിക്കട്ടെ. ഭഗവാൻ എവിടെയാണ് ജനിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞു. വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാം. വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാം. ഇനി വാസുദേവ കലാ അനന്ത, വാസുദേവന്റെ അംശമായ അനന്തൻ ആദിശേഷൻ, സഹസ്രവദന, ആയിരക്കണക്കിന് മുഖങ്ങളുള്ളവൻ, ആയിരക്കണക്കിന് ശിരസ്സുള്ളവൻ, സ്വരാട്, സ്വയം പ്രകാശിക്കുന്നവൻ, ഈശ്വര അംശം കൊണ്ട് സ്വയം ചൈതന്യവത്തായി പ്രകാശിക്കുന്നവൻ, സ്വരൂപം കൊണ്ട് ശോഭിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. സ്വരാട്, സ്വയം രാജതേ, ഭഗവാനിൽ നിന്ന് വേറിടാതെ എപ്പോഴും ഭഗവാനോട് ചേർന്ന് ശോഭിക്കുന്നവൻ എന്നും അർത്ഥം. സ്വരൂപസ്ഥാനനായ ഭഗവാനാൽ ശോഭിക്കുന്നവൻ, ഭഗവാന്റെ പ്രതിബിംബമായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം തന്നെയാണ് സ്വരാട്. സഹസ്രവദന വാസുദേവകല അനന്ത ദേവ ഹരേഹേ പ്രിയ ചികീർഷയ അഗ്രത ഭവിത. അഗ്രത എന്ന് പറഞ്ഞാൽ മുമ്പേ തന്നെ ഏട്ടനായിട്ട് ഭവിത ഭവിക്കും. ആദിശേഷൻ ജ്യേഷ്ഠനായി ഭവിക്കും. എന്തിന്? ഹരേഹേ പ്രിയ ചികീർഷയ, ഭഗവാന് പ്രിയം ചെയ്യുവാനുള്ള ഇച്ഛ കൊണ്ട്. തന്റെ ഒരു പൂർവ്വ അവതാരത്തിൽ അനുജനായി ജനിച്ച് ഏട്ടനെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിഞ്ഞില്ല തനിക്ക്, ഏട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടത്ര കഴിഞ്ഞില്ല എന്ന്, അല്ലെ, ലക്ഷ്മണനായിട്ട് ജനിച്ചപ്പോ ഏട്ടനെ അനുസരിക്കേണ്ടി വന്നു. അപ്പോ വേണ്ടത്ര സേവിക്കാൻ പറ്റിയോ എന്ന് ശങ്ക. അപ്പോ ഏട്ടനായിട്ട് ജനിച്ച് ഏട്ടന്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്ത്, അല്ല, അനുജന്റെ ഇഷ്ടമെല്ലാം ചെയ്തു കൊടുത്ത് ഏട്ടനെ കൂടുതൽ അനുജനെ കൂടുതൽ പ്രീതിപ്പെടുത്താനായി ഏട്ടനായിട്ടാണ് ഇവിടെ ആദിശേഷൻ ജനിക്കുന്നത് എന്ന്. ഹരേഹേ പ്രിയ ചികീർഷയ, ഭഗവാന് പ്രിയം ചെയ്യാനായിക്കൊണ്ട് ഭവിക്കും എന്ന് ആദിശേഷന്റെ ജന്മത്തെക്കുറിച്ചും പറഞ്ഞു. വിഷ്ണോർമായാ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. വിഷ്ണോഹോ മായാ ഭഗവതി യയാ സമ്മോഹിതം ജഗത്. യയാ ദേവ്യ
ഇതം ജഗത് സമ്മോഹിതം. ഈ ലോകം മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ തന്നെ ആ ശക്തിയാണ് മായ. ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ. ആ ഭഗവാന്റെ വിഷ്ണുമായ എന്നുള്ളതായിട്ടുള്ള ആ ശക്തി. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത. നമസ്തസ്യൈ 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 നമോ നമഃ. ആ വിഷ്ണുമായ ദേവി തന്നെ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവൾ. യാ ജഗത് സമ്മോഹിതം. ആ ഭഗവതി വിഷ്ണോഹോ മായ. ഭഗവതിയാണ്, സർവശക്തി പരിപൂർണയാണ്. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഭഗവതിക്കുമുണ്ട്. അങ്ങനെയുള്ള വിഷ്ണോഹോ മായ, ഭഗവാന്റെ വിഷ്ണുമായ, പ്രഭുണ ആദിഷ്ട, പ്രഭുവിനാൽ ആദേശിക്കപ്പെട്ടവളായിട്ട്, ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടവളായിട്ട്, അംശേന തന്റെ അംശം കൊണ്ട് കാര്യാർത്ഥേ സംഭവിഷ്യതി, ഭഗവാന്റെ കാര്യം സാധിക്കാനായിക്കൊണ്ട് സംഭവിക്കും. അപ്പോ നന്ദന്റെ യുദ്ധജയായി ഭഗവതി സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഭഗവാൻ, അതുപോലെ ആദിശേഷൻ, മായാഭഗവതി, ഇവർ മൂന്ന് പേരും ഒരേ സമയത്ത് ഈ അവതാരത്തിൽ ലീലകൾ ചെയ്യും എന്നുള്ളതിനെ സൂചിപ്പിച്ച് നിങ്ങളൊക്കെ ഇവരെയൊക്കെ സേവിക്കാനായിക്കൊണ്ട് യാദവകുലത്തിലും മറ്റും ചെന്ന് ജനിക്കുക എന്ന് ദേവന്മാരോടുള്ള ഭഗവാന്റെ നിർദ്ദേശത്തെയും കൊടുത്തു. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭുഃ ആശ്വാസ്യ ച മഹീം ഗീർഭിഃ സ്വധാമ പരമം യയൗ. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭുഃ ആശ്വാസ്യ ച മഹീം ഗീർഭിഃ സ്വധാമ പരമം യയൗ. ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ ഇത്ര നേരം പറഞ്ഞത് ബ്രഹ്മാവിന്റെ വാക്കുകളാണ്. അപ്പൊ ഇനി ശ്രീശുക ബ്രഹ്മർഷി നേരിട്ട് പരീക്ഷത്തിനോട് പറയാണ്, ഇതി ആദിശ്യ അമരഗണാൻ പ്രജാപതിപതി വിഭുഃ. പ്രജാപതിപതി, പ്രജാപതീനാം പതി. മരീചി, അത്രി, അങ്കിരസ് മുതലായിട്ടുള്ള എല്ലാ പ്രജാപതിമാരുടെയും പതിയാണ്, രക്ഷകനാണ്, പിതാവാണ്. ലോകത്തിലുള്ള സകല പ്രജകൾക്കും പതിയാണ് ബ്രഹ്മദേവൻ. അപ്പൊ എല്ലാവരുടെയും വെൽവിഷറായിരിക്കുന്ന, എല്ലാവരിലും സമബുദ്ധിയോടുകൂടിയിരിക്കുന്ന പിതാമഹനായിരിക്കുന്ന ആ വിഭുവായ ബ്രഹ്മദേവൻ അമരഗണാൻ ഇതി ആദിശ്യ, ദേവഗണങ്ങളോട് ഇങ്ങനെ ആദേശിച്ച് ഭഗവാന്റെ വാക്കുകളെ പറഞ്ഞുകൊടുത്ത്, മഹീം ഗീർഭിഹി ആശ്വാസ്യ, മഹിയെ ഭൂമിദേവിയെ, മഹിമയേറിയവളായ ഭൂമിയെ, ഗീർഭിഹി വാക്കുകളെ കൊണ്ട്, തന്റെ വാക്കുകളെ കൊണ്ട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. നീ ധന്യ തന്നെയാണ് ഭൂമിദേവി. ഭഗവാൻ നിന്നിൽ അവതരിച്ച് ഭഗവാന്റെ പാദങ്ങളെ കൊണ്ട് നിന്നെ അലങ്കരിക്കാൻ പോകുന്നു, നിന്നെ കൂടുതൽ ധന്യയാക്കാൻ പോകുന്നു. ഭഗവാന്റെ പാദസ്പർശമേറ്റ് നീ കൂടുതൽ സുന്ദരിയാകും, പുളകിതയാവും എന്നെല്ലാം പറഞ്ഞ് ആ ദേവിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ്, അതാണ് ആശ്വാസ്യ, ആശ്വസിപ്പിച്ച ശേഷം സ്വധാമ പരമം യയു, പരമം സ്വധാമ, തന്റെ ശ്രേഷ്ഠമായ ധാമത്തിലേക്ക്, ബ്രഹ്മലോകത്തിലേക്ക് യയൗ യാനം ചെയ്തു തിരിച്ചുപോയി. അപ്പൊ ബ്രഹ്മദേവൻ സ്വന്തം പരമധാമത്തിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം ബാക്കിയുള്ളവരും അവരവരുടേതായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോയി. ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ഭഗവാനെ സഹായിക്കാനായിക്കൊണ്ട് അംശം കൊണ്ട് ഭൂമിയിൽ യദുവംശത്തിലും പാണ്ഡവന്മാരായിട്ടും നന്ദാദി ഗൃഹങ്ങളിലും ഗോപന്മാരുടെ ഗൃഹങ്ങളിലും എല്ലാം പല രീതിയിൽ ജാതന്മാരായി ഭഗവാനെ കാത്തിരിക്കുന്നവരായി തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു രംഗത്തിൽ നിന്ന് നമ്മളെ ഇനി മറ്റൊരു രംഗത്തേക്ക് കൂട്ടിയിട്ട് പോവാണ് ശ്രീശുക ബ്രഹ്മർഷി. മധുരാപുരിയില് അവിടെ ശൂരസേന പുത്രനായ ശൗരി അഥവാ വസുദേവർ, അദ്ദേഹത്തിന്റെ മറ്റൊരു വിവാഹം നടക്കുന്ന സന്ദർഭത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വസുദേവരും ദേവകിയും തമ്മിലുള്ളതായിട്ടുള്ള വിവാഹം. ഗംഭീരമായിട്ട് ആ വിവാഹാഘോഷങ്ങളെല്ലാം നടന്ന് വിവാഹഘോഷയാത്ര ആരംഭിക്കുകയാണ്. വസുദേവ ഗൃഹത്തിലേക്ക് ദേവകിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ രംഗമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് ആരംഭിക്കാം. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് ഭാഗവതജ്ഞാനഗംഗ തുടരും. നാളെ രാവിലെ ഉണ്ടാവും, പറ്റിയ വൈകുന്നേരവും ഉണ്ടാവും. നമുക്ക് ആസ്വദിച്ച് തന്നെ പോവാം. ശ്രീകൃഷ്ണ ജയന്തി ആവുമ്പോഴേക്കും കൃഷ്ണ അവതാരത്തിലേക്ക് എത്താം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ശ്രാവണ പൗർണമി ആശംസകൾ. നാളെ കാണാം. നാളെ രാവിലെ 11 മണിക്ക്. ഹരി ഓം. നാരായണ.